I thankfully praise the almighty name of the Lord Jesus. സർവശക്തനായ ദൈവം നമ്മെ സ്നേഹിച്ച ഈ വർഷവും ഇങ്ങനെ ഒരു കൂടിവരവിനെ ക്രമപ്പെടുത്തി തന്ന ദൈവത്തിന്റെ ദയയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. I thankfully praise the mercies of God for having helped us to arrange such meetings here in this place. സകലവിധമാകുന്ന ദൂതഗണങ്ങളുടെ അകമ്പടിയോടെ സർവശക്തനായ കർത്താവ് നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കയാൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. I praise God for having his presence here in our midst with his host of angels. നാം ദൈവസന്നിധിയിൽ കടന്നു വന്നതായ സമയം മുതൽ ദൈവത്തിന്റെ ആത്മാവ് വിവിധ രീതിയിൽ നമ്മോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. From the time we have been gathered in the presence of God, the Spirit of God have been dealing with us in various ways. ആത്മാവിൽ പലവിധത്തിലുള്ള വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അതേ പ്രത്യാശയുടെ ഗീതങ്ങൾ പാടി ആത്മാവിൽ ആരാധിക്കുവാനും സർവശക്തനായ ദൈവം ഇടയാക്കി തീർത്തു. And the Almighty Lord helped us to pray for various matters in the Spirit and to sing songs of hope and to get filled in the Spirit. കൂടാതെ സർവശക്തനായ ദൈവത്താൽ ജീവിതത്തിൽ അനുഭവിച്ചതായ അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷിയെയും കൂടെ കേൾക്കുവാൻ ദൈവം നമുക്കിടയാക്കി തീർത്തു. And the Lord helped us also to hear an eventful testimony here in this place today. ദൈവം നടത്തുന്ന എല്ലാ പാതകളിലും സന്തോഷത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ധൈര്യമായി നാം മുൻപോട്ട് പോകുന്നവരായി കാണപ്പെടണം. We should be the ones who will be always thankfully praising God for all the experiences that the Lord is leading us through. ലോകത്തിന്റെ ഗതികൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. And we'll be able to understand that the events of the world are proclaiming the coming of the Lord. എവിടേക്ക് നോക്കിയിരുന്നാലും ഒരു ന്യായവിധി ലോകത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതായി കാണുവാൻ സാധ്യമായി തീരുന്നു. Wherever we look, we can see judgments being seen all over the world. വരുവാൻ പോകുന്ന നിത്യ ന്യായവിധിയിൽ നിന്ന് പൂർണ്ണമായിട്ടും വിടുവിക്കപ്പെട്ട് escaping the eternal judgment to come, കർത്താവിന്റെ സന്നിധിയിൽ നിൽപ്പാൻ പ്രാപ്തരായി തീരേണ്ടതിന് and to stand and to be worthy to stand before the Lord. ദൈവിക ആലോചന അനുസരിച്ച് നിരന്തരം നാം മുൻപോട്ട് പോകുന്നവരായി തീരണം. And we should be the ones who will be obeying the counsel of the Lord all the time. പ്രാർത്ഥനയോടെ ദൈവ സാന്നിധ്യത്തിൻ മറവിലായിരിക്കുന്നുവെങ്കിൽ ഇന്നും നമുക്ക് ആവശ്യമായിരിക്കുന്ന ആലോചനകളെ തന്ന് അവൻ നമ്മെ പോഷിപ്പിക്കുക തന്നെ ചെയ്യും. If we are prayerfully in the presence of God, that he will give us the needful counsel. ദൈവവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ച് അല്പം ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ എന്റെ ഭാഗം അവസാനിപ്പിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു. Trusting in the grace of God, I would like to end tonight's session by starting reading a portion of the word. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Let us turn to the 17th chapter of First Kings. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. First Kings chapter 17 verse 1. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ദൈവനാമത്തിന്റെ മഹത്വം. Praise be to the name of God. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണല്ലോ ഇപ്പോൾ നാം വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. Now we have just read the 17th chapter of First Kings verse 1. ഇസ്രായേലിന്റെ മധ്യേ ഒരു കൊടുങ്കാറ്റ് പോലെ ശക്തമായ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ദൈവദാസനാണ് ഏലിയാവ്. Elijah was a prophet of God who worked as a mighty prophet, as a whirlwind among the midst of the children of Israel. ഇസ്രായേൽ രാജാവായിരുന്ന ആഹാബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഏലിയാവ് ഇപ്രകാരം ധൈര്യത്തോടെ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. Elijah, standing before the king Ahab of Israel, he boldly proclaims this. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞതായി കാണുവാൻ ഇടയായി തീരുന്നുണ്ട്. We are able to see that he said, as the Lord God of Israel liveth, before whom I stand, there shall not be dew nor rain these years, but according to my word. എല്ലാവർക്കും നല്ലതുപോലെ സുപരിചിതമായിരിക്കുന്നതായ ഒരു വേദഭാഗമാണ് എങ്കിലും, even though this is a well-known verse to everyone, നമുക്ക് ആവശ്യമായിരിക്കുന്ന ആലോചന തന്ന് സർവശക്തനായ ദൈവം തന്നെ നമ്മെ ഓരോരുത്തരെയും പോഷിപ്പിക്കുമാറാകട്ടെ. May the Lord satisfy us with the needful counsel this day. ധൈര്യത്തോടെ താൻ വിളിച്ചു പറയുകയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് ശക്തമായിട്ട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. He is boldly and strongly proclaiming, as the Lord God of Israel liveth, before whom I stand, there shall not be dew nor rain these years, but according to my word. യാക്കോബ് അപ്പോസ്തലൻ അതേക്കുറിച്ച് എടുത്തു പറയുമ്പോൾ
ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥിച്ചപ്പോൾ 3 വർഷവും 6 മാസവും മഴ പെയ്യാതെ ഇരുന്നതായ അനുഭവത്തെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നതായി പഠിപ്പാൻ കഴിയുന്നുണ്ട്. And in the word of James we see that he is reiterating the same statement, saying that Elijah, being a man of like manners like we are, he prayed for no rain, and there was no rain for 3 years and 6 months. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അപ്രകാരം എടുത്തു പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. The epistle of James chapter 5 verse 17. എന്തുകൊണ്ട് ദേശത്ത് മഴ പെയ്യാതിരുന്നു? Why was there no rain in the land? മഴ പെയ്യാതിരിക്കുവാൻ ഉണ്ടായതിന്റെ കാരണമെന്ത്? What was the reason for no rain? ദൈവിക ന്യായവിധിയുടെ ഒരു ഭാഗമായി അപ്രകാരം ദേശത്ത് അത് വന്നു ചേർന്നതായി തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. The word of God clearly teaches us that this came as a godly judgment upon the land. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നാം പരിശോധിക്കുമ്പോൾ the book of Leviticus chapter 26 verse 3, ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ച് ജീവിച്ചാൽ തക്ക സമയത്ത് മഴ തരാമെന്നും ആ മഴ മുഖാന്തരമായിട്ട് ദേശത്ത് വിളവുണ്ടാകുമെന്നും എടുത്ത് പറഞ്ഞിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. In verse 4 in English it says, if you hearken to the commandments, the statutes and the laws of the Lord, then he will give rain in the land and the land will give her increase. അങ്ങനെയെങ്കിൽ മഴ പെയ്യാതിരിക്കുന്നതിന്റെ കാരണം ദൈവിക കൽപ്പനകൾ അനുസരിച്ച് നടക്കാത്തതുകൊണ്ട് എന്ന് ആ വചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. From this verse it's clearly understandable that the reason for no rain in the land is the disobedience of the law and the statutes of the Lord. ഇത്ര ശക്തമായ ന്യായവിധി ഇസ്രായേലിന്മേൽ വന്നു ചേരുവാൻ അതേ ദൈവിക കൽപ്പനകൾ പ്രമാണിക്കാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. It's clearly understandable that Israel walking in their own ways, leaving the laws of the Lord, thereby there was no rain in the land. ദൈവനാമത്തിന് മഹത്വം. Praise be to the name of the Lord. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ നാം പരിശോധിക്കുമ്പോൾ 1 Kings chapter 16 verse 30, അവിടെ ഇപ്രകാരം എടുത്തു പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. over there is reiterated like this. ഇസ്രായേൽ രാജാവായിരുന്നതായ ആഹാബിന്റെ കാലയളവിൽ And Ahab the king of Israel, തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് താൻ അനിഷ്ടമായുള്ളത് ചെയ്ത് ആ നിലയിൽ പ്രവർത്തിച്ച് മുൻപോട്ട് ജീവിച്ചതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. Over here it is said that Ahab the son of Omri did evil in the sight of the Lord above all that were before him. എത്രയോ രാജാക്കന്മാർ ഓരോരോ കാലയളവുകളിലായി മാറി മാറി അധികാര സ്ഥാനങ്ങളിൽ വന്നു ചേരുവാൻ ഇടയാക്കി തീർത്തു. There were many kings who came into reign time after time. എന്നാൽ ആഹാബ് രാജാവിനെ കുറിച്ച് ഇപ്രകാരം പറയുകയാണ്, തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. But it is said of King Ahab that he did evil in the sight of the Lord above all that were before him. അതിന്റെ 33-ാം വാക്യത്തിൽ നാം പരിശോധിക്കുമ്പോൾ, And if we were to examine verse 33, ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു എന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. Over there it is said like this, that Ahab did more to provoke the Lord God of Israel to anger than all the kings of Israel that were before him. ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളവും ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ച് നടക്കുകയും അതനുസരിച്ച് ജനത്തെ നടത്തുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമെന്ന് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. From the word of God it clearly teaches us that it is very expeditial for the king of Israel to walk in the statutes and the laws of the Lord and to make the people to walk in those statutes. തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് എത്രത്തോളം അകന്നു പോകാമോ അത്രത്തോളം താൻ അകന്നു പോകുവാൻ ഇടയാക്കി തീർത്തു. As far as personal life is concerned, he went far away from the Lord as far as he could. താൻ പോയത് മാത്രമല്ല, അത് മുഖാന്തരമായി തന്റെ രാജ്യത്തുള്ള സകല ജനവും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായി തീർന്നതായി ദൈവവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. The word of God clearly teaches us that not only did he go far away from the Lord, but the people of his time also did go far away from the Lord. 16-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ നാം പരിശോധിക്കുമ്പോൾ, chapter 16 verse 34, അവന്റെ കാലത്ത് ബേഥേലിനായ ഹീയേൽ യെരിഹോ പട്ടണം പണിതതായി തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. And it is said that in his days did Hiel the Bethelite did build Jericho. യോശുവയുടെ കാലയളവിൽ ഇപ്രകാരം ആ പട്ടണത്തെ പിടിച്ചടക്കുമ്പോൾ ശപഥം ചെയ്തിരുന്നതായി
യോശുവയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായി കാണുവാൻ ഇടയായിത്തീരുന്നുണ്ട്. During the times of Joshua, there was a vow made which we can understand if you come to the book of Joshua. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം നാം വായിക്കുമ്പോൾ ഇപ്രകാരം യോശുവ ഒരു ശപഥം ചെയ്തതായി കാണുവാൻ ഇടയായിത്തീരുന്നു. Joshua chapter 6 verse 26, we can read about a vow that Joshua made before the Lord. 6:26. അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും, അതിന്റെ കതക് തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും എന്ന് പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം. Praise be to the God. ഇപ്രകാരം താൻ മുഖാന്തരമായിട്ട് പറയുകയാണ്. Through him it is said like this. യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടവൻ. Cursed be the man before the Lord that riseth up and buildeth the city Jericho. അവൻ അതിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവന്റെ മൂത്ത മകൻ നഷ്ടമാകും. He shall lay the foundation thereof in his firstborn. അതിന്റെ കതക് തുറക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകുമെന്ന് എടുത്തു And he പറഞ്ഞിരിക്കുകയാണ്. will lose his younger son when he sets up the gates of it. അതേ അനുഭവത്തിൽ തന്നെ In the same ഇസ്രായേലിനായ experience, ആഹാബിന്റെ കാലയളവിൽ and in the same experience during the time of King Ahab, ബേഥേല്യനായ ഹിയൽ ആ പ്രവൃത്തി ചെയ്തതായി കാണുവാൻ we ഇടയായിത്തീരുന്നുണ്ട്. can see Hiel the Bethelite did that same thing. 1 രാജാക്കന്മാർ 16:34 വാക്യത്തിൽ അപ്രകാരം എടുത്തു പറയുകയാണ്. We can reiterate this in 1 Kings chapter 16 verse 34. എവിടെയാണ് വസിക്കുന്നത്? Where are they dwelling? ബേഥേലിലാണ് വസിക്കുന്നത്. He is dwelling at Bethel. പണി എന്താണ്? What is his job? യോശുവയുടെ വാക്കും പ്രകാരം പറയുകയാണെങ്കിൽ ശപിക്കപ്പെട്ടതായ പട്ടണത്തെ പണിയുകയാണ് തന്റെ പ്രവൃത്തി. According to the words of Joshua, he is building up the cursed city. യോശുവ അന്ന് ചെയ്തതുപോലെ ശപഥം ചെയ്തതുപോലെ അതിന്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ മൂത്ത മകനും കതക് തൊടുത്തപ്പോൾ അതേ ഇളയ മകനും നഷ്ടമാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. As per the curse of Joshua, he lost his firstborn when he built the foundations, and he lost his young son when he set up the gates. അവസാന കാലയളവിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, O people of God who have reached the end times, അടുത്തും അകലെയും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, and all those who are hearing us from near and far, ആത്മീക ജീവിതത്തിന്റെ ആഴത്തിലോട്ട് നാം ഒന്ന് ഇറങ്ങി നോക്കുകയാണെങ്കിൽ let us look into the depths of our spiritual life. പെന്തക്കോസ്തുകാരെന്നുള്ളതായ പേര് എല്ലാവരും അഭിമാനത്തോടെ വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. We are proudly bearing the name that we are a Pentecostal. മാനസാന്തരപ്പെട്ടു എന്നും ജലസ്നാനം എടുത്തുവെന്നും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചുവെന്നും അപ്പസ്തോലിക ഉപദേശ സത്യത്തിനനുസരിച്ചാണ് മുൻപോട്ട് പോകുന്നതെന്നും അഭിമാനിച്ചുകൊണ്ടിരിക്കുന്നു. And we are proud that we have been repented and we took water baptism, that we received the anointing and that we are walking according to the doctrines of the apostles. എന്നാൽ ഇന്നത്തെ കയ്യിലിരിപ്പ് എങ്ങനെയാണെന്നുള്ളത് ജീവിതത്തിന്റെ ആഴത്തിലോട്ട് ഒന്ന് ഇറങ്ങി നോക്കേണ്ടത് ആവശ്യമാണ്. But we have to examine the real depths of our spiritual life to understand our habits. വസിക്കുന്നത് ബേഥേലിലാണ്. We are dwelling in Bethel. എന്നാൽ പ്രവൃത്തി യെരിഹോ പട്ടണത്തെ പണിയുകയാണ്. But his work is to build up Jericho. ദൈവത്തിന് സ്തോത്രം. Praise be to God. വസിക്കുന്നത് ബേഥേൽ. And he is dwelling at Bethel. ദൈവവുമായിട്ടുള്ള ബേഥേൽ ദൈവവുമായിട്ടുള്ളതായ സംസർഗം ദൈവവുമായിട്ടുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുന്നതായിട്ട് പഠിപ്പാൻ കഴിയുന്നുണ്ടല്ലോ. Bethel speaks about the intimacy, the relationship with God. എന്നാൽ അവന്റെ പണിയോ മറ്റൊരു ശപിക്കപ്പെട്ടതായ ശാപഗ്രസ്തമായ നിലയിലുള്ളതായ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. But his work is that of building up a cursed place, a cursed city. അതിന്റെ അടിസ്ഥാനം ഇടുമ്പോൾ മൂത്ത മകനും അതെ അതിന്റെ കതക് കൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടപ്പെടുമെന്ന് പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടതായ അനുഭവത്തെ കാണുവാൻ കഴിയുകയാണ്. We can see the cursed experience of him losing his firstborn when he built up the foundations and losing his secondborn when he set up the gates. ഈ നിലയിൽ ദൈവത്തെ കോപിപ്പിക്കത്തക്കവണ്ണം ദൈവസന്നിധി വിട്ട് വളരെയധികം രാജാവും രാജാവിനാൽ നടത്തപ്പെടുന്ന ജനവും പോകുക നിമിത്തമായി ദൈവിക ന്യായവിധി അവർക്ക് മുൻപിൽ വന്നു ചേരുകയാണ്. The godly judgment came upon the land because the king did provoke the Lord to so much anger and made the people also to so much anger, to sin to so much anger. ഇത് ഞാൻ പറയുവാനിടയായി തീർന്നതിന്റെ പ്രധാന വിഷയങ്ങളിൽ ഒന്ന്. What is the main reason for me to say this? ഈ കാലയളവുകളിലേക്ക് നമുക്ക് നമ്മുടെ ദൃഷ്ടികളെ ഒന്ന് ഓടിക്കാം. If we were to run our eyes around this എത്രയോ ഭയാനകരമായിരിക്കുന്നതായ അവസ്ഥയിലാണ് ഇന്നത്തെ കാലം മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. How terrible are the times before us. ദൈവത്തിന് സ്തോത്രം. Praise be to God. ലോകാരോഗ്യ സംഘടന പറഞ്ഞതനുസരിച്ച് ഭയങ്കരമായ മഹാമാരിയാൽ ഇന്ന് ലോകം അതിന് പിടിയിൽ അകപ്പെട്ട്
വളരെയധികം വിഷമിച്ചതിൽ കൂടെ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. According to the WHO, the World Health Organization, the world is in grasp of a mighty pestilence and is being sorrowed by it. കഴിഞ്ഞ ചില നാളുകൾ കൊണ്ട് എത്രയധികം ലോകം അതെ വളരെയധികം പാടുപെടുകയാണ് ചെയ്യുന്നത്. And because of this pestilence, the world is being troubled by this. ലോകത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന മഹാമാരിയിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ ഒരു വിടുതൽ കിട്ടണമെന്ന് വിചാരിച്ച് രാജ്യങ്ങൾ അവരുടേതായ അറിവിൻ പ്രകാരം കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. The countries worldwide are trying with all of the intelligence to find a solution to this pestilence. ഇന്ത്യ മഹാരാജ്യവും അതിൽ നിന്നുള്ള ഒരു വിടുതലിനു വേണ്ടി വാക്സിൻ കണ്ടുപിടിക്കുവാനിടയാക്കി തീർത്തു. Even in the India was able to find a vaccine for this pestilence. മറ്റ് പല രാജ്യങ്ങളും അതിന്റെ പിന്നിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പലരും അത് കണ്ടുപിടിക്കുവാനും ഇടയാക്കി തീർന്നു. Many other countries are trying and some were successful in finding a vaccine. എന്നാൽ കണ്ടുപിടിച്ചതായ വാക്സിൻ എത്രത്തോളം സക്സസ് ആയി തീർന്നിട്ടുണ്ട് എന്ന് തീർത്തു പറയുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. But it is not definitely finalized to say how many of these vaccines are successful in eradicating the sickness. അവർ എത്രത്തോളം ശക്തമായി പരിശ്രമിക്കാമോ അത്രത്തോളം ശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ലോകപ്രകാരം വിജയകരമായ നിലയിൽ എത്തിച്ചേരുവാൻ ഇടയാക്കി തീർക്കുമാറാകട്ടെ. And they're trying with all of their effort to find a suitable vaccine. May they be successful in finding one. നാം സ്നേഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നതുമായ എത്രയോ പേർ ഈ മഹാമാരിയാൽ പിടിക്കപ്പെട്ടിട്ട് ഒരു നോക്ക് കാണുവാൻ പോലും കഴിയാതെ ലോകത്തിൽ നിന്ന് മറവ് ചെയ്യത്തക്ക നിലയിൽ ലോകത്തിൽ നിന്ന് പോയിട്ട് അവരെ മറവ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. We know many whom we loved and many who loved us being caught by this sickness were taken before our eyes even before we could see them. ഇന്നും നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ അത് വളരെയധികം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കണക്ക് മുൻപിൽ വന്നുകൊണ്ടിരിക്കുന്നത്. The numbers show that even in Kerala and even in India the numbers are rising. നിയമങ്ങൾ അവർ കടുപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. They have made a decision to make the rules more stricter. എന്തിനു വേണ്ടിയാണ് ഇവയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? Why are they doing all this? അതെ, ജനത്തിന് വരുവാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് എങ്ങനെയെങ്കിലും വിടുവിക്കപ്പെടണം, അവർ സൂക്ഷിക്കണമെന്ന് വിചാരിച്ച് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അതിനേറ്റതായ ക്രമീകരണങ്ങൾ നടത്തുന്നു. The authorities are making suitable arrangements so that the people might somehow escape this judgment. ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്തുകൊണ്ടാണ് ദേശത്ത് മഴ പെയ്യാതെ വരുന്നത്? Why is there no rain in the land? അതെ, താൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞോ മഴയോ പെയ്യുകയില്ല. As the Lord God of Israel liveth before whom I stand, there shall not be dew nor rain these years, but according to my word. എത്ര ചങ്കൂറ്റത്തോടെ എത്ര ധൈര്യത്തോടെയാണ് ഒരു രാജാവിന്റെ മുമ്പിൽ നിന്ന് താൻ പറയുന്നത്. How boldly, how courageously is he saying this before a king? ഞാൻ പറഞ്ഞിട്ട് ഈ നിലയിലുള്ള ഒരു ന്യായവിധി ലോകത്തിൽ വന്നു ചേരുവാൻ ഉണ്ടായതിന്റെ പ്രധാന കാരണം ഈ ഏലിയാവ് പറഞ്ഞതുപോലെ നിൽക്കേണ്ട നിലയിൽ ദൈവത്തിന്റെ ജനം നിൽക്കാത്തത് കൊണ്ടായിരുന്നു. According to my opinion, one of the main reason why this pestilence came upon the land is because according to the word of Elijah, the people of God have not stood where they're supposed to stand. ദൈവത്തെ ആരാധിക്കേണ്ട ജനം ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ പ്രവർത്തിച്ച് ബോധിച്ചതുപോലെ നടന്നതിന്റെ ഫലമായിട്ട് വന്നു ചേർന്നതായ ഒരു ന്യായവിധിയാണ് ഈ മഹാമാരി മുൻപിൽ വന്നു ചേരുവാൻ ഇടയായിത്തീർന്നതെന്ന് പറയും. This pestilence came as a reason because the people of God were not worshiping the God as they ought to worship God, and when they ought to worship God, but they worship God as they liked and not giving importance to him. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, if you were to come to the book of Exodus chapter 5 verse 3, ഫറവോന്റെ മുൻപിൽ നിന്നുകൊണ്ട് മോശ ഇപ്രകാരം പറയുന്നതായി തിരുവചനത്തോട് ചേർന്ന് പരിശോധിക്കുമ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായി കാണുവാൻ ഇടയായിത്തീരുന്നുണ്ട്. We are able to see Moses coming before Pharaoh and what he said is been scripted in the Bible. 5-ന്റെ 3-ാം വാക്യം, അതിന് അവർ എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു, അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന്
പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്താ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്? What has been said here? അതെ, എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു. The God of Hebrews hath met with us. അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് തന്നോട് പറയുന്നതായി കാണുവാൻ ഇടയായിത്തീരുകയാണ്. We are able to see that he is saying, let us go, we pray thee, 3 days journey into the desert and sacrifice unto the Lord our God, lest he fall upon us with pestilence or with sword. മഹാമാരിയാലോ വാളാലോ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് 3 ദിവസത്തെ വഴി പോയി ദൈവത്തെ യാഗം കഴിക്കേണ്ടതിന് ആരാധിക്കേണ്ടതിനുള്ള അനുവാദം ഫറവോനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. Over here Moses is asking permission of Pharaoh that lest the pestilence or the sword come upon them, that they go for a 3 days journey and into the desert and make sacrifice unto the Lord. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ മരുഭൂമിയിൽ ഉത്സവം കഴിക്കേണ്ടതിന് എന്നെടുത്ത് പറഞ്ഞിരിക്കുന്നതായി കാണുന്നുണ്ട്. There in Exodus chapter 5 verse 1 it is said that they may hold a feast unto the Lord in the wilderness. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക എന്ന് പറയുന്നതായി പഠിപ്പാൻ കഴിയുന്നു. In Hebrews in Exodus chapter 7 verse 16 it is said, let my people go that they may serve me in the wilderness. ദൈവത്തിന് സ്തോത്രം. Praise be to God. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന്റെ അവസാനത്തിൽ നാം പരിശോധിക്കുമ്പോൾ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക. Chapter 8 verse 1, let my people go that they may serve me, saith the Lord. അതെ, 8-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു. തുടർന്ന് താഴോട്ട് പരിശോധിക്കുമ്പോൾ പലയിടങ്ങളിലും അതേ നിലയിൽ തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നതായി പഠിപ്പാൻ കഴിയുന്നുണ്ട്. In chapter 8 verse 20, in chapter 9 verse 1 it is said, and in the following chapter also it is being reiterated the same thing. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക. Let my people go that they may serve me. അതെ, മലയാളത്തിൽ എന്നെ ആരാധിപ്പാൻ എന്നെ വിട്ടയക്കുക എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിലും ഇംഗ്ലീഷിൽ നാം പരിശോധിക്കുമ്പോൾ serve me, എന്നെ സേവിപ്പാൻ അവരെ വിട്ടയക്കുവാൻ പറയുന്നതായി തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. The word of God clearly shows in Malayalam it is said, let my people go that they may worship me, but in English it says, let my people go that they may serve me. അത് തന്നെയാണ് ഏലിയാവും ശക്തമായിട്ട് വിളിച്ചു പറഞ്ഞത്. That's the same thing which Elijah also said. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. As I stand before the Lord God of Israel whom I serve. അവസാന കാലയളവിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, O people of God who have come to the end times, സർവശക്തനായ ദൈവത്തെ സേവിക്കേണ്ടതുപോലെ സേവിപ്പാൻ, ആരാധിക്കേണ്ടതുപോലെ ആരാധിപ്പാൻ ഇന്ന് നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ? Are we able to worship the Lord as we ought to worship the Lord? Are we able to serve the Lord as we ought to serve the Lord? 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ എന്താണ് വായിച്ചു കേൾക്കുവാൻ ഇടയായി തീർന്നത്? What were we able to hear in chapter 5 verse 3? മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് 3 ദിവസത്തെ വഴിദൂരം പോയി യഹോവയെ ആരാധിക്കുവാൻ ഞങ്ങളെ പറഞ്ഞയക്കണമെന്ന് എടുത്തു പറയുകയാണ്. Over there it is said, let us go, we pray thee, 3 days journey into the desert and sacrifice unto the Lord our God, lest he fall upon us with pestilence or with the sword. ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാത്തത് കൊണ്ടാണ് ഈ നിലയിലുള്ള ന്യായവിധി ഇന്ന് ലോകത്തിൽ വന്നു ചേരുവാനിടയായി തീർന്നത്. This type of a pestilence or a judgment has come upon the world because we didn't worship the Lord as we ought to worship the Lord. യെശയ്യാ പ്രവചനം 22-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ, if you were to examine Isaiah chapter 22 verse 12, അവിടെ ഇങ്ങനെ പ്രവാചകൻ മുഖാന്തരമായിട്ട് എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. over there it is said through the prophet like this. അതെ, കരച്ചിലിനും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും രട്ടുടുക്കുന്നതിനും വിളിച്ചപ്പോൾ, when I called them to weeping, to mourning, and to baldness, and to girding with sackcloth, ആരാധനയ്ക്ക്, ഉപവാസ പ്രാർത്ഥനയ്ക്ക്, ബൈബിൾ ക്ലാസ്സിന്, തുടർന്നുള്ള ആത്മീക കൂട്ടായ്മകൾക്ക് വിളിച്ചപ്പോൾ, when the people of God were called for worship, for fasting, and for Bible studies, അതെ, അതിനൊന്നിനും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരുടെ ജീവിതത്തിലും അതെ കാളയറക്കുക, ആടറക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടേതായ പാതയിൽ
ഓരോരുത്തരും ഓടുവാൻ തുടങ്ങി. The people of God, saying that they had no time to come for all this, they started slaying oxen and killing sheep, eating flesh and drinking wine, and saying, let us eat and drink, for tomorrow we shall die, saying and giving excuses that they have no time. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ, when we were to examine Nehemiah chapter 9 verse 25, ഇസ്രായേൽ മക്കളോടുള്ളതായ ബന്ധത്തിൽ അവരെ കുറിച്ച് ഇപ്രകാരം എടുത്ത് പറഞ്ഞിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധ്യമായി it has തീരുന്നുണ്ട്. been repeated in connection to the children of Israel like this. ഉറപ്പുള്ള പട്ടണങ്ങളും പുഷ്ടിയുള്ള ദേശവും പിടിച്ച് എല്ലാ നല്ല വസ്തുക്കളും നിറഞ്ഞ വീടുകളും വെട്ടിയുണ്ടാക്കിയ കിണറുകളും മുന്തിരിത്തോട്ടം എല്ലാം അനുഭവിച്ച് അവർ സന്തോഷത്തോടെ മുൻപോട്ട് പോവുകയാണ്. And they took strong cities and a fat land and possessed houses full of all goods, wells digged, vineyards and olive yards, and they were going forth in this manner. ദൈവം കൊടുത്തതായ നന്മകളെല്ലാം അനുഭവിച്ചുകൊണ്ട് അവർ തിന്ന് തൃപ്തിപ്പെട്ട് പുഷ്ടിയുള്ളവരായി നിന്റെ വലിയ നന്മയിൽ സുഖിച്ചുകൊണ്ടിരുന്നു എന്നെടുത്ത് പറയുകയാണ്. Over there they said, having enjoyed all the blessings and goodness of God, it is said that they did eat and were filled and became fat and delighted themselves in thy great goodness. ഇങ്ങനെയുള്ളതായ നന്മകളെല്ലാം അനുഭവിച്ച് അവർ സുഖിച്ചുകൊണ്ടിരുന്നെങ്കിലും, even though they were experiencing and became filled with all the goodness of God, അവർ അനുസരണക്കേട് കാണിച്ച് അതെ നിന്നോട് മത്സരിച്ച് നിന്റെ ന്യായപ്രമാണം തങ്ങളുടെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു എന്ന് 9-ാം അധ്യായത്തിന്റെ നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പറയുകയാണ്. Having enjoyed all the goodness of God, it is said in Nehemiah chapter 9 verse 26, nevertheless they were disobedient and rebelled against thee and cast thy law behind their backs. അവസാന കാലയളവിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, people of God who have reached the end times, അടുത്തും അകലെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, all those who are hearing us from near and far, ജീവിതത്തിന്റെ ആഴത്തിലോട്ടൊന്ന് ഇറങ്ങി നോക്കണം. let us come down into the depths of our spiritual ദൈവത്തോട് life. നാം പലതും ചോദിച്ചു, ദൈവം അതതിന്റെ സമയത്ത് നമുക്ക് പലതും തന്നു. We asked many things of the Lord, and in the time of God they were granted unto us. എന്തെല്ലാം ദൈവത്തോട് ചോദിച്ചതൊക്കെയും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ സർവശക്തനായ ദൈവം ജീവിതത്തിൽ നിറവേറ്റി തന്നു. Whatever they did make petitions unto the Lord did grant unto them in one time or the other the petitions that they were granted unto. അവർ തിന്ന് തൃപ്തിപ്പെട്ട് പുഷ്ടിയുള്ളവരായി നിന്റെ വലിയ നന്മയിൽ ദൈവം ചെയ്തതായ സകല നന്മകളും അനുഭവിച്ചുകൊണ്ട് സുഖിച്ച് സന്തോഷത്തോടെ പൊയ്ക്കൊണ്ടേയിരുന്നു. And they were eating and were filled and became fat and delighted themselves in their great goodness, and they enjoyed themselves in this manner. എന്നാൽ ദൈവിക ന്യായപ്രമാണത്തെ പുറകിൽ വലിച്ചെറിഞ്ഞിട്ട് അനുസരണക്കേട് കാണിച്ച് പലപ്പോഴും മത്സരികളായി പല സന്ദർഭങ്ങളിലായി പലരും മാറ്റപ്പെടുകയാണ് ചെയ്തത്. Nevertheless, yet many of them changed by casting the law behind their backs. They were disobedient and rebelled against the Lord. ഇതിന്റെ ഫലമായി ദൈവിക ന്യായവിധി ഇതാ ദേശത്തിന്മേൽ ചൊരിയപ്പെടുവാൻ ഇടയാക്കി തീർത്തു. As a consequence of this, the judgment was cast upon the land. ദൈവത്തെ ആരാധിക്കേണ്ടുന്നവൻ ആരാധിക്കേണ്ട നിലയിൽ ആരാധിക്കാതിരുന്നതിന്റെ ഫലമായിട്ട് ഈ ന്യായവിധി അവർക്ക് മുൻപിൽ വന്നു ചേരുകയാണ്. The judgment came before them because they failed to worship the Lord as they ought to worship the Lord. എന്തുകൊണ്ട് ഇങ്ങനെയുള്ളതായ ന്യായവിധി ദേശത്തിന്മേൽ വന്നു ചേരുവാനിടയായി തീർന്നു? Why did this judgment come before the land? സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ, if you were to examine Numbers chapter 14 verse 11, ജനം മത്സരികളായി തീർന്നതിന്റെ ഫലമായി ഈ നിലയിലുള്ള ന്യായവിധി അവരുടെ മേൽ വന്നു ചേർന്നതായി തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. The word of God clearly teaches us that because the people became rebellious, that this judgment came before the Lord. സർവശക്തനായ ദൈവം മിസ്രയീമിന്റെ അടിമത്തത്തിലായിരുന്നതായ ഇസ്രായേൽ ജനത്തെ പാലും തേനും ഒഴുകുന്നതായ ദൈവം നോക്കി വെച്ചിരിക്കുന്ന ദേശം തരാമെന്ന് പറഞ്ഞ് അതേ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരികയുണ്ടായി. The Almighty God delivered the children of Israel from the slavery in bondage and were bringing them out unto the land seen by the Lord, promised that it is flowing with milk and honey. ദൈവം കാണിച്ചു കൊടുത്തതായ പാതയിലൂടെ അവർ സന്തോഷത്തോടെ നടക്കുകയുണ്ടായി. They were joyfully walking through the path that was shown unto them. എത്രയോ പ്രയാസങ്ങൾ അവരുടെ യാത്രയിൽ വന്നു ചേർന്നു. Many problems encountered them in their way. എന്നാൽ ദൈവം അവർക്ക് വേണ്ടി വലിയ പ്രവർത്തിച്ചതായി പഠിപ്പാൻ കഴിയുകയാണ്. But the Lord did wonders unto them.
them. ചെങ്കടലിനെ വിഭാഗിച്ച് അവർക്ക് മറുകരയിൽ പ്രവേശിപ്പാനിടയാക്കി തീർത്തു. He divided the Red Sea and made them to cross over. അവരെ അനുഗമിച്ചതായ ഫറവോനെയും കൂട്ടരെയും ചെങ്കടലിൽ തള്ളിയിടുവാനിടയായി തീർന്നു. And he drowned the Pharaoh and his host in the Red Sea. അവർക്ക് ആവശ്യമായിരിക്കുന്നതായ വെള്ളം മധുരമുള്ള വെള്ളമാക്കി കയ്പുള്ളത് മധുരമാക്കി തീർത്തു കൊടുക്കുകയുണ്ടായി. He turned the bitter water sweet and gave unto them the necessary അങ്ങനെ water. ചില നാളുകൾ കൊണ്ട് യാത്ര ചെയ്ത് അതേ കനാൻ ദേശത്തോട് അടുത്തു വന്നതായ സന്ദർഭം കാണുവാൻ കഴിയുന്നുണ്ട്. And we are able to see that traveling many a days that they were approaching unto the land of Canaan. 14-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതെ 13, 14 തുടങ്ങിയതായ അധ്യായങ്ങൾ പരിശോധിക്കുന്നതായ സന്ദർഭത്തിൽ അവർ ആ കനാൻ ദേശത്തെ ഒറ്റുനോക്കുന്നതിന് ചിലരെ അയക്കുകയുണ്ടായി. And when they were approaching the land of Canaan, we can see that a few people were sent as spies to spy out the land of Canaan. ദേശത്തെ ഒറ്റുനോക്കി മടങ്ങി വന്നവരിൽ ഭൂരിഭാഗം ആളുകളും ഒരുമിച്ച് ചേർന്നിട്ട് അതെ അവർ ദുർവർത്തമാനം പറഞ്ഞു പരത്തി മനുഷ്യരുടെ ഹൃദയത്തെ കലക്കിയതായി കാണുവാനിടയായി തീരുകയാണ്. We are able to see majority of the spies who went out to spy the land came and brought an ill report, and they troubled the hearts of the people. ഈ സന്ദർഭത്തിൽ അതെ യോശുവയും കാലേബും അവരുടെ ഇടയിലേക്ക് ചെന്നിട്ട് ഇപ്രകാരം വിളിച്ചു പറയുന്നു. And in this circumstance Joshua and Caleb comes into the midst of the people and gives them this report. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. Numbers chapter 14 verse 8. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. If the Lord delight in us, then he will bring us into this land and give it unto us, a land which floweth with milk and honey. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രം ചെയ്യരുതെന്ന് എടുത്തു പറയുകയാണ്. Over there it is said, only rebel not ye against the Lord. ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്നാൽ അവർ അതൊന്നും വിശ്വസിക്കാതെ മറ്റൊരു തരത്തിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം തീരുമാനിച്ച് ദൈവത്തിൽ നിന്ന് എല്ലാ വിധത്തിലും അകന്ന ഒരു അനുഭവത്തെ അവിടെ കാണുവാനിടയായി തീരുകയാണ്. The congregation were not willing to hear these words, and they responded in an opposite way. ദൈവത്തിന്റെ കോപം അതിന്റെ മധ്യേ ജ്വലിക്കുകയാണ് ചെയ്യുന്നത്. And we can see the anger of the Lord being kindled in the midst of that. 14-ാം അധ്യായത്തിന്റെ 11-12 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ verse 11 and 12 of chapter 14. ഞാൻ അവരെ മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് സംഹരിച്ചു കളയുമെന്ന് സർവശക്തനായ ദൈവം വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. The Almighty God says, I will smite them with the pestilence and disinherit them. ഈ നിലയിൽ മത്സരികളായി മാറ്റപ്പെട്ടതുകൊണ്ട് ഞാൻ അവരെ ദണ്ഡിപ്പിച്ച് മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് ഞാൻ അവരെ സംഹരിച്ചു കളയും. Because they became rebellious in this manner, I will smite them with the pestilence and will disinherit them. ഒന്ന് ചിന്തിച്ചു നോക്കണം. Just give it a thought. എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ മഹാമാരിയാൽ ഇന്ന് ദൈവത്താൽ സന്ദർശിക്കപ്പെട്ടിട്ട് ലോകത്തിൽ നിന്നും മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നിരിക്കുന്നത്. How many thousands of people are being met because of this pestilence and have been removed from this world? എന്താണ് അതിന്റെ കാരണം? What is the reason? ദൈവത്തെ സേവിക്കേണ്ടതുപോലെ സേവിക്കാത്തതിനാൽ. Because they are not serving God as they ought to serve the അവർ Lord. മത്സരികളായിട്ട് മാറ്റപ്പെട്ടതിന്റെ ഫലമായിട്ട് Because they became rebellious. ഈ നിലയിൽ അവർ മാറ്റപ്പെടുവാൻ അല്ലെങ്കിൽ ദൈവിക ന്യായവിധി അവരുടെ മേൽ വന്നു ചേരുവാൻ ഇടയായി തീർന്നതായി തിരുവചനം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. The word of God is teaching us in this manner the judgment of the Lord came upon them. അവസാന കാലയളവിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, people of God who have come to the end times, ദൈവ വചനത്തോട് നാം മത്സരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരായി തീരരുത്. Let us not rebel against the word of God and go far from the Lord. ദൈവ വചനത്തെ അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് നാം മുൻപോട്ട് പോകുന്നവരായി തീരണം. Let us be as the ones who obey the Lord, obey the word of the Lord and please the Lord. ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവഹിത പ്രകാരം നീ മുൻപോട്ട് പോകുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം നിന്നോടുകൂടെ ഇരുന്ന് വൻ കാര്യങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ളത് കാണുവാനിടയായി തീരുന്നു. We are able to see that the Lord will be with us and will do great things if we please the Lord and do his will. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലായിരുന്നതായ കാലയളവിൽ when the Lord Jesus Christ was upon this world, താൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞതായി തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. the word of the Lord teaches us that he said like this in his world. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം പരിശോധിക്കുമ്പോൾ, Gospel according to John chapter 6 verse 29, ഞാൻ അവന് എല്ലായ്പ്പോഴും പ്രസാദമുള്ളത് ചെയ്യുക കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. because I do only those things which please him, he has not left me alone. ഞാൻ അവന് പ്രസാദമുള്ളത് ചെയ്യുക കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. He has not left me alone because I do only those things which please him. ദൂരത്തും ദൈവസന്നിധിയിൽ ആഗതരായിരിക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ, O people of God who have gathered in the presence of the Lord, ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് ദൈവിക ആലോചന പ്രകാരം നിനക്ക് ജീവിപ്പാൻ കഴിയുന്നുണ്ടോ? Are you able to do the will of God and
and to do the counsel of God. അങ്ങനെയെങ്കിൽ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്ത ദൈവം, and if so, the Lord who promised that I will be with you even unto the end of the world, നിശ്ചയമായും നമ്മോട് കൂടെ ഇരുന്ന് അതിശയകരമായ അനുഭവത്തിൽ നടത്തും. certainly he will be with you and do great things. ദൈവത്തിന്റെ വചനത്തോട് നാം മത്സരിക്കുന്നവരായിരിക്കരുത്. Let us not be as the ones who rebelled against the word of God. ദൈവ വചനത്തെ അനുസരിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ദൈവഹിത പ്രകാരം നാം മുൻപോട്ട് പോകണം. Let us obey the word of God and please to do it and do the will of God. അവന്റെ കൽപ്പനകൾ എന്താണ്? What is his commandments? ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് സർവ്വശക്തനായ ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. The word of the Lord and the Lord commands that all men everywhere should come to repentance. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ച് ദൈവമക്കളായി നാം തീരണം. That they should come to the repentance of the sins and accept the Lord Jesus and be washed by the blood of Jesus and come into the salvation experience. തുടർന്ന് ദൈവിക കൽപ്പനയാകുന്നതായ സ്വർഗീയ ഗവൺമെന്റിന്റെ ആലോചനയുടെ പൂർത്തീകരണമായിരിക്കുന്ന മുഴുകൽ ജലസ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു അഭിഷിക്ത ശുശ്രൂഷകന്റെ കൈക്കീഴിൽ നാം സ്വീകരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. And in fulfillment of the commandment of the heavenly kingdom, that they should be baptized in the name of the Father, the Son, and the Holy Spirit under a spirit baptized servant. തുടർന്ന് കാത്തിരുന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് പരിശുദ്ധമായ ഒരു ജീവിതം നയിച്ച് മുൻപോട്ട് പോകുന്നവരായി തീരണം. And they should receive the experience of the wind of the Holy Spirit and they should do a holy life. ഈ മൈക്കിന്റെ പരിധിക്ക് ശബ്ദപരിധിക്ക് അകത്തിരിക്കുന്ന എല്ലാവരും തന്നെ ഈ അനുഭവങ്ങൾ പ്രാപിച്ചവരായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. I believe all those who are in the range of the voice of this microphone have had all this experience. ആയതുകൊണ്ട് ഞാൻ കൂടുതൽ വിവരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. Therefore I need not elaborate on these things. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് അരുളി ചെയ്ത ദൈവം, the Lord who said, behold I am with you even unto the end of the world. നീ നിന്റെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തോട് കൂടെ മുൻപോട്ട് പോകുന്നുവെങ്കിൽ, if you please the Lord and walk with the Lord and go with him along in your journey, ദൈവത്താൽ സൂക്ഷിക്കപ്പെടുവാൻ ദൈവത്താൽ നടത്തപ്പെടുവാൻ ഇടയായി തീരും. you'll be preserved by the Lord and you'll be walking with the Lord. എന്തുകൊണ്ടാണ് മഹാമാരി ലോകത്തിൽ ഐക്യപ്പെടുവാൻ ഇടയായി തീർന്നത്? What is the reason for the pestilence upon the land? ദൈവത്തിന്റെ ജനം ദൈവകൃപ വിട്ട് പാപം ചെയ്ത് മറ്റൊരനുഭവത്തിലേക്ക് പോകുക നിമിത്തം ദൈവിക ന്യായവിധി അവരിൽ വന്നു ചേരുവാനിടയാക്കി തീർത്തു. Because the people of the Lord left the grace of God and did sin in their life, this experience came upon them. ആവർത്തന പുസ്തകം 28 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ നമ്മൾ ശോധിക്കുമ്പോൾ, Deuteronomy chapter 28 verse 1, അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ച് ഓരോ ദൈവകൃപയിൽ ആശ്രയിച്ച് നീ മുൻപോട്ട് പോയാൽ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ സർവശക്തനായ ദൈവം ഉന്നതമാക്കുമെന്ന് എടുത്തു പറയുകയാണ്. He said, if thou shalt hearken diligently unto the voice of the Lord thy God to observe and to do all his commandments which I command this day, that the Lord thy God will set thee on high above all nations of the earth. 13 വാക്യത്തിൽ നമ്മൾ ശോധിക്കുമ്പോൾ, നിന്നെ വാലല്ല തലയാക്കി തീർക്കും, താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് എടുത്തു പറയുന്നുണ്ട്. In verse 13 it said, I will make thee head and not tail, I will make thee high and not low. എന്നാൽ 15 വാക്യം മുതൽ താഴോട്ട് പരിശോധിക്കുമ്പോൾ, but if you were to examine from verse 15 down, 69 വചനങ്ങൾ അടങ്ങിയതായ ഈ അധ്യായത്തിൽ, ആവർത്തന പുസ്തകം 28 അധ്യായത്തിൽ 69 വചനങ്ങൾ അടങ്ങിയതായ ഈ ഭേദഭാഗം നമ്മൾ ശോധിക്കുന്ന സന്ദർഭത്തിൽ, if you were to examine this chapter 28 which contains 69 verses, ആദ്യത്തെ 14 വാക്യങ്ങൾക്ക് ശേഷമായിട്ടുള്ളതായ ബാക്കി മുഴുവചനങ്ങളും പരിശോധിക്കുമ്പോൾ ദൈവിക ന്യായവിധി, ദൈവിക കൽപ്പനകൾ വിട്ട് മറ്റൊരനുഭവത്തിൽ പോയാൽ ദൈവിക ന്യായവിധി അവന്റെ മേൽ വന്നു ചേരുന്ന വിധങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നതായി പഠിപ്പാൻ കഴിയുന്നുണ്ട്. It is elaborated about the curses and about the eternal judgment of the Lord, how it will come about upon the people after verse 14. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, I normally say like this, 14 വാക്യങ്ങൾ ഉയർച്ച അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്നതെങ്കിൽ, if 14 verses that talks about greatness, about blessings, ബാക്കിയുള്ളതായ 55 വാക്യങ്ങളും ദൈവത്തെ വിട്ട് ദൈവഹിതപ്രകാരമല്ലാത്ത അനുഭവത്തിൽ നീ പോയാൽ അവന്റെ മേൽ വന്നു ചേരുന്നതായ ന്യായവിധിയെ കുറിച്ച് വിവരിച്ചിരിക്കുന്നതായിട്ട് പഠിപ്പാൻ മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്ന് പറയും. The remainder 55 verses elaborates us upon the curses and upon the judgment of the Lord, what will happen to them who leave the Lord. അതിന്റെ ആ കൂട്ടത്തിൽ പ്രകാരം എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. And in the group it is said like this, ദൈവത്തിന് സ്തോത്രം, praise be to God. 15 വാക്യത്തിൽ പറയുന്നു, ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ
ഇന്ന വിധത്തിലുള്ളതായ ദോഷങ്ങളൊക്കെയും നിനക്ക് വന്നു ചേരും. In verse 15 it said, if thou wilt not hearken unto the voice of the Lord thy God, to observe to do all his commandments and his statutes which I command thee this day. 21-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവ നിനക്ക് മഹാമാരി പിടിപ്പിക്കും. Verse 21 it says, the Lord shall make the pestilence cleave unto thee. എന്തുകൊണ്ടാണ് ഈ മഹാമാരി നിന്നെ പിടിപ്പിക്കുവാനിടയായി തീർന്നത്? Why is the pestilence cleaving unto thee? ദൈവത്തോട് ചെയ്തതായ പാപത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഇത് മുൻപിൽ വന്നു ചേർന്നതെന്ന് പഠിപ്പാൻ സാധ്യമായി We തീരുകയാണ്. are able to study that it came as a consequences of the sins that we did before the Lord. ദൈവത്തെ അറിഞ്ഞ് ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുന്ന ദൈവത്തിന്റെ ജനം, Oh, the people of God who know the Lord and do his will. ദൈവത്തിന്റെ വഴി വിട്ട്, ദൈവത്തിന്റെ സാന്നിധ്യം വിട്ട് പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് മറ്റൊരനുഭവത്തിൽ നീ പോകുന്നതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള ന്യായവിധിയുടെ ഭാഗം നിന്റെ ജീവിതത്തിൽ വന്നു ചേരുവാൻ ഇടയായി തീർന്നത് എന്ന് ദൈവവചനം വ്യക്തമായി പറയുകയാണ്. Word of the Lord clearly teaches that the judgment comes upon the people because they leave the way and they leave the will of God. 2 ശമൂവേൽ 24-ാം അധ്യായത്തിലേക്ക് കടന്നു വരുന്നതായ സന്ദർഭത്തിൽ 2 Samuel 24, അതെ, ഇസ്രായേൽ രാജാവായിരുന്നതായ ദാവീദിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്ദർഭം വന്നു ചേർന്നതായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. we can see an experience comes to the King David of Israel. അതെ, ഇസ്രായേലിനെ എണ്ണുവാൻ തക്കവണ്ണം സാത്താൻ അവന്റെ ഉള്ളിൽ തോന്നിപ്പിച്ചതായിട്ട് തിരുവചനം പഠിപ്പിക്കുകയാണ്. Word of the Lord teaches that he was moved by the Satan to number the people. തന്നോട് കൂടെ ഉണ്ടായിരുന്നവർ ഇപ്രകാരം പറയുകയുണ്ടായി, And the people along with him said, യജമാനനായ രാജാവിന്റെ കാലത്ത് നിന്റെ ദൈവമായ യഹോവ ജനത്തെ ഇപ്പോൾ ഉള്ളതിൽ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. 24:3. And in verse 3 it says, may the Lord bless, now may the Lord God add unto the people how many so more, 100-fold. എങ്കിലും രാജാവിന്റെ അല്ലെങ്കിൽ യജമാനനായ രാജാവ് ഈ കാര്യത്തിന് താല്പര്യപ്പെടുന്നത് എന്തിന് എന്ന് ചോദിച്ച് തടയുവാൻ ശ്രമിക്കുന്നതായിട്ട് പഠിപ്പാൻ കഴിയുന്നുണ്ട്. But we can see that they were hindering the king from doing this. തിരുവായ്ക്കുണ്ടോ എതിർവായുള്ളൂ? There is no opposition to the രാജാവ് എന്ത് പറഞ്ഞോ അത് അനുസരിക്കേണ്ടതായിട്ട് വന്നു ചേരുകയാണ്. Whatever the king commands they have to obey. എണ്ണുവാൻ തക്കവണ്ണം തുടങ്ങി. And they started numbering. എണ്ണവുമായിട്ട് അവർ വന്നു ചേരുന്നു കൊണ്ടായി. And as the census were going on, എന്നാൽ തിരുവചനത്തോട് ചേർന്ന് നാം പരിശോധിക്കുമ്പോൾ, if you were to examine the word of God, എണ്ണിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഹൃദയത്തിന്റെ ആഴത്തിൽ കുത്തുകൊള്ളുവാനിടയായി തീർന്നു. in the depths of his heart he was pricked even when the numbering was going on. 24-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. In verse 10 it was said like this, ദാവീദ് ജനത്തെ എണ്ണിയ ശേഷം തന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് യഹോവയോട് താൻ ഇപ്രകാരം വിളിച്ചു പറയുകയാണ്. And David's heart smote him that after that he had numbered the people, and he said unto the Lord, ഞാൻ ഈ ചെയ്തത് മഹാപാപം. I have sinned greatly in that I have done. ഈ ചെയ്തത് മഹാപാപം. I have sinned greatly in that I have done. അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തു പോയി എന്ന് താൻ വിളിച്ചു പറയുകയാണ്. And he says, I beseech thee, O Lord, take away the iniquity of thy servant, for I have done very എന്നാൽ foolishly. ദാവീദിന്റെ അടുക്കലേക്ക് ഗാദ് എന്ന പ്രവാചകനെ സർവ്വശക്തനായ ദൈവം അയക്കുകയാണ്. And the Almighty God sends Gad unto David. 3 വിഷയവുമായിട്ട് അവന്റെ അടുക്കൽ ഗാദ് വന്നു ചേരുകയാണ് And ചെയ്യുന്നത്. he comes up with 3 options. എന്താണ് ഗാദ് പറയുന്നത്? What does he say? What does Gad say? ദാവീദിന്റെ അടുക്കൽ വന്നിട്ട് അവൻ ഇപ്രകാരം പറയുന്നു, And he comes to David and says like നിന്റെ this, ദേശത്ത് 7 സംവത്സരത്തെ ക്ഷാമം ഉണ്ടാകുകയോ, shall there be 7 years of famine upon the land? അല്ലെങ്കിൽ 3 മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരുകയും നീ അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുകയോ, Or wilt thou flee 3 months before thy enemies while they pursue thee? അല്ലെങ്കിൽ നിന്റെ ദേശത്ത് 3 ദിവസത്തെ മഹാമാരി ഉണ്ടാകുകയോ, എന്ത് വേണം എന്നെ അയച്ചവനോട് ഞാൻ എന്തോ മറുപടി പറയേണ്ടതെന്ന് ചോദിച്ച് അവരുടെ അടുക്കിലേക്ക് വന്നു ചേരുന്നതായി പഠിപ്പാൻ And കഴിയുന്നു. God comes before him saying, and that there be 3 days of pestilence in the land. Now advise and see that what answer I shall return to him that sent me. ദാവീദ് വലിയ കഷ്ടത്തിലായി. And David was in big trouble. അപ്പോഴാണ് തന്റെ ഹൃദയം അല്ലെങ്കിൽ ബോധം തനിക്ക് വന്നു ചേരുവാൻ ഇടയായി That's തീർന്നത്. when his senses came back to him. ഭയങ്കരമായ ന്യായവിധി ദേശത്തിന്മേൽ വന്നു ചേർന്നതായി പഠിപ്പാൻ And കഴിയുന്നുണ്ട്. we can see a big judgment came upon the land. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദാവീദ് ഇപ്രകാരം പറയുകയാണ്, And David says like this, മനുഷ്യരുടെ കയ്യിൽ വീഴുവാൻ ഇടയാകരുത്, let me not fall into the hand of man. യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക. Let me fall into the hand of അവന്റെ God. കരുണ വലിയതല്ലോ എന്ന് താൻ വിളിച്ചു പറയുകയാണ്. Because his judgment is great. അവന്റെ കരുണ വലിയതല്ലോ, Because his mercies are great. ആകയാൽ അവന്റെ കയ്യിൽ തന്നെ വീഴുക എന്ന് പറഞ്ഞുകൊണ്ട്, So let me fall into his hand, he's saying. അതേ മുമ്പിൽ വന്നു ചേർന്നതായ അനർത്ഥത്തെ കണ്ട് അനുതപിച്ച് അല്ലെങ്കിൽ ദൈവത്തോട് നിലവിളിപ്പാൻ ഇടയായി തീർന്നു. And seeing the pestilence before him, he started crying out before the Lord. ഞാനല്ലോ പാപം ചെയ്തത്, It is me who have sinned. ഞാനല്ലോ കുറ്റം ചെയ്തത്, It is me who have been shortfallen. ഈ ആടുകൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുന്നതായി പഠിപ്പാൻ കഴിയുന്നുണ്ട്. And he says that he is crying out before the Lord saying this. പാപത്തിന്റെ പരിണിത ഫലമായിട്ട് ദേശത്തിൽ ആകമാനം മഹാമാരി ദൈവത്താൽ അയക്കപ്പെട്ടതായി
ആ അധ്യായത്തിൽ പരിശോധിക്കുമ്പോൾ പഠിപ്പാൻ In കഴിയുന്നുണ്ട്. this chapter we can examine and see that the pestilence came as a consequence of disobedience to the voice of God. എന്നാൽ ഈ ദിവസങ്ങളിലായി നാടുകളിലായിട്ട് In these days, ദൈവത്തിന്റെ ജനം അവിടെവിടെയായി ഇരുന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. the people of God are crying out here and there. ഈ ശാപത്തിൽ നിന്ന് ഒരു പൂർണ്ണ വിടുതൽ കിട്ടണം. We need a perfect deliverance from this curse. ഈ ശാപത്തിൽ നിന്ന് ഒരു പൂർണ്ണ വിടുതൽ കിട്ടണം. We need a perfect deliverance from this curse. ആരംഭ കാലയളവുകളിൽ നിലവിളിച്ചതുപോലെ ഇത് നിലവിളിപ്പാൻ നിനക്ക് കഴിയുന്നുണ്ടോ? Are we able to cry out as we did in the earlier days? ദാവീദ് നെടുമ്പാട് വീണ് നിലവിളിക്കുകയാണ്. And King David is lamenting and weeping before the Lord. ഞാനല്ലോ പാപം ചെയ്തത്. It is me who have sinned. ഞാനല്ലോ കുറ്റം ചെയ്തത്. It is me who have ഈ ആടുകൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണ്. And he says, what have these people sinned? ദൈവത്തിന് സ്തോത്രം. Praise be to God. അവസാന കാലയളവിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, people of God who have come to the end times, കരയേണ്ട സമയത്ത് നാം കരയണം. we have to cry at the appointed time of crying. ദൈവത്തോട് അടുക്കേണ്ടതുപോലെ നാം അടുക്കുന്നില്ല എങ്കിൽ, if we don't approach or come near to the Lord as we ought to, ന്യായവിധിയുടെ കരം നീട്ടേണ്ടതായിട്ട് വരും. it will be necessary for the judgment hand of God to be extended. ഇതുവരെയും ദൈവത്തിന്റെ കരം പിൻവലിച്ചു എന്ന് പറയുവാൻ കഴിയുന്നില്ല. We cannot say that the hand of God has been retracted. ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഇന്നും ലോകത്തിൽ ഇത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. As I reminded you at the starting, even now it is spreading in all over the world. നാം വളരെയധികം ഭയപ്പെടണം. Therefore we ought to fear very much. വേദഭാഗത്തേക്ക് വീണ്ടും മടങ്ങി വരുമാറാകട്ടെ. Let us return to the starting word. ഏലിയാവ് എന്താണ് വിളിച്ചു പറയുന്നത്? What is Elijah saying? ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. And it is the Lord God whom I serve. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞോ മഴയോ പെയ്യുകയില്ല. There shall be no rain nor dew upon the land but according to my word. ധൈര്യത്തോടെയാണ് പറയുന്നത്. How boldly, courageously is he saying this? നമുക്ക് ധൈര്യത്തോടെ ദൈവത്തെ സേവിക്കാം. Let us courageously serve the Lord. ദൈവം തന്നിരിക്കുന്ന സമയത്ത് ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാം. Let us worship the Lord as we ought to worship the Lord in the time of worship. ദൈവിക കൽപ്പനകൾ പ്രമാണിച്ച് ദൈവ വഴികളിൽ നടന്ന് അവന് പ്രസാദമുള്ളത് ചെയ്ത് ധൈര്യത്തോടെ മുൻപോട്ട് പോകാം. Let us obey the counsel and the statutes of the Lord and walk in his ways and please the Lord and go forward. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ദൈവം ആരാണ്? I sometimes say this, who is God? ദൈവത്തിന് സ്തോത്രം. Praise be to God. യോബിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 7-8 വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ, if you were to examine Job 11 verse 7 and 10, ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് കാണുവാനിടയായി തീരുന്നു. we can see a question like this. യോബിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ വായിച്ചാട്ടെ. ദൈവത്തിന്റെ അഗാധതത്വം നിനക്ക് ഗ്രഹിക്കാമോ? ദൈവത്തിന്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? Canst thou by searching find out God? സർവശക്തന്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? അത് ആകാശത്തോളം ഉയരമുള്ളത് നീ എന്ത് ചെയ്യും? അത് പാതാളത്തേക്കാൾ അഗാധമായത് നിനക്ക് എന്തറിയാം? നിനക്ക് എന്തറിയാം? What do you know? നിനക്ക് എന്തറിയാം? What canst thou know? സർവശക്തന്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? Can you comprehend the height and the depth of God? സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? Can you understand the height of God? ആകാശത്തോളം ഉയരമുള്ളത്. It is high as heaven. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതെ, അത് പാതാളത്തേക്കാൾ അഗാധമായത്. And is deeper than hell. നിനക്ക് എന്തറിയാമെന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. What question is asked? What canst thou know? ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്നെ സന്തോഷിപ്പിച്ച അല്ലെങ്കിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു വേദഭാഗമുണ്ട്. There is one portion of the word which made me think. ഈ ദൈവത്തെക്കുറിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കുവാൻ കഴിയും? What can we understand or comprehend about this God? യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ, Isaiah chapter 40 verse 12. അവിടെ പ്രവാചകൻ മുഖാന്തരമായിട്ട് ഇപ്രകാരം എടുത്തു പറയുകയാണ്. Through the prophet it is said like this. സർവശക്തനായ ദൈവത്തെക്കുറിച്ച് ഇപ്രകാരം വിളിച്ചു പറയുന്നു. It is said about the Lord like this. തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുന്നവൻ. Who hath measured the waters in the hollow of his hand. പസഫിക് മഹാസമുദ്രത്തിലെയും അറ്റ്ലാന്റിക് സമുദ്രത്തിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും വെള്ളം ഉള്ളം കൈ കൊണ്ട് അളക്കുന്നവൻ. He is the one who is measuring the waters of the Pacific, the Atlantic and the Indian Ocean in the hollow of his hand. അപ്പോൾ ആ കൈ എത്രമാത്രം വിശാലമാണെന്ന് ചിന്തിച്ചു നോക്കണം. So can you just comprehend the expanse of the hand of God? ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുന്നവൻ. He is the one who is measuring the waters in the hollow of his hand. ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുന്നവൻ. And meted out the heaven with a span. ദൈവത്തിന് സ്തോത്രം. Praise be to God. ചാണുകൊണ്ട് ആകാശത്തിന്റെ
പരിമാണം എടുക്കുന്നവൻ, and meted out heaven with a span ഒരറ്റം തൊട്ട് ഒരറ്റം വരെ, from one end to the other. ചാണുകൊണ്ട് കൈകൊണ്ട് അത് അളക്കുക. അപ്പൊ എത്ര വലിയ കൈയാണ്? He is measuring with his hand. How big is that hand? സയന്റിസ്റ്റ് ഇന്ന് പ്രകാശവർഷങ്ങളൊക്കെയാണ് അളക്കുന്നത്. അതുകൊണ്ടാണ് അളക്കുന്നത്. The scientists are measuring using light years. ദൈവത്തിന് സ്തോത്രം. Praise be to God. എത്ര വേഗത്തിൽ പ്രകാശം പോകുന്നു എന്ന് അവർ ഒരളവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. They have measured the speed of light. സെക്കൻഡിൽ ഇത്ര കിലോമീറ്റർ വേഗത്തിൽ അത് പോകുന്നു എന്നവർ അവകാശപ്പെടുകയാണ്. And they claim that the light travels so much speed, ആകാശത്തിന്റെ പരിമാണം അളക്കുവാൻ ആ അളവാണ് അവർ എടുത്തിരിക്കുന്നത്. They measure out the skies using this measurement. എന്നാൽ സർവശക്തനായ ദൈവത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, ചാണുകൊണ്ട് അതിന്റെ പരിമാണം അളക്കുന്നവൻ. But in relation to the Almighty God, it says, with his span he meets out the heaven. ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുന്നവൻ, who comprehended the dust of the earth in a measure. ഇന്ന് JCB ഹിറ്റാച്ചി എത്ര വലുത് വെച്ച് കോരിയിട്ടും കോരി തീർക്കാൻ പറ്റാത്ത രീതിയിൽ പൊടി ഇന്ന് ദിവസവും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. Even many days, even collecting with the JCB and Hitachi, we are not able to count the dust. എന്നാൽ താൻ പറയുന്നു ഭൂമിയിലെ പൊടി നാഴിയിൽ കൊണ്ട് അളക്കുന്നവൻ. But over here it says, in relation to God, he comprehended the dust of the earth in a measure. പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്യുന്നവൻ, and weighed the mountains in scales and the hills in a balance. ദൈവത്തിന് സ്തോത്രം. Praise be to God. തന്റെ ആളത്വത്തെ കുറിച്ച് അല്ലെങ്കിൽ തന്റെ അവസ്ഥകളെ കുറിച്ച് ഇപ്രകാരം പ്രവാചകൻ മുഖാന്തരമായിട്ട് എടുത്തു പറയുകയാണ്. We can see about his measurements by the prophets like this. തുടർന്നും പല കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഞാൻ ആ ഭാഗം അങ്ങനെ ചുരുക്കട്ടെ. Following also we can see many things. ഇത്ര വലിയവനായ ഒരു ദൈവത്തെയാണ് ഇന്ന് നാം സേവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. We should understand that we are serving such a great God. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഈ ദൈവം തന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ പോഷിപ്പിക്കുന്ന ദൈവമാണ്. He is the one who feeds the child of God for the glory of his name. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദേശത്ത് ഏലിയാവ് പറഞ്ഞതനുസരിച്ച് ദേശത്ത് മഹാക്ഷാമമുണ്ടായി. And according to the word of Elijah, there was a great famine in the land. ഏലിയാവിനോടുള്ള ബന്ധത്തിൽ തിരുവചനത്തോട് ചേർന്ന് നാം പരിശോധിക്കുമ്പോൾ, in relation to Elijah, when we examine the word of God, സർവ്വശക്തനായ ദൈവം ഏലിയാവിനെ സൂക്ഷിച്ചതായി പഠിപ്പാൻ കഴിയുന്നുണ്ട്. we can see that the Almighty God preserved Elijah. 17-ാം അധ്യായത്തിൽ തുടർന്ന് താഴോട്ട് നാം പരിശോധിക്കുമ്പോൾ, if you were to examine the following verse of chapter 17, ഇതെല്ലാം പറഞ്ഞ ശേഷമായിട്ട് ഏലിയാവിനോട് പറഞ്ഞു, വിടുന്നു പൊയ്ക്കോ. and after saying this, God said unto Elijah, you can go from here. ദൈവത്തിന് സ്തോത്രം. Praise be to God. നീ ഇവിടുന്ന് പൊയ്ക്കോ. Get thee hence. കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്തോട്ടിനരികെ ഒളിച്ചിരിക്കുക. and turn thee eastward and hide thyself by the brook Kerith that is before Jordan. ഇല്ലെങ്കിൽ ആകപ്പാടെ നിനക്ക് കുഴപ്പമാണ്. Otherwise there will be a big problem for you. നിനക്ക് ആവശ്യമുള്ളത് ഞാൻ അവിടെ തരാം. Oh, what is needful for you I will give you. നിനക്ക് ആവശ്യമുള്ള വെള്ളം ഞാൻ അവിടെ തരാം. I will give you the water that is needful for you. ദൈവനാമത്തിന് മഹത്വം. Praise be to God. ദൈവിക ആലോചനയ്ക്കൊത്തവണ്ണം നിലനിന്ന് മുൻപോട്ട് പോകുന്ന ഒരു ദൈവ പൈതലിനെ അവൻ പുലർത്തുന്ന ദൈവമാണ്. He is the one who sustains the child of God, who walks and lives according to the counsel of God. ദൈവത്തിന്റെ ആലോചനയ്ക്കൊത്തവണ്ണം മുൻപോട്ട് പോകുന്ന ഒരു ദൈവ പൈതലിനെ അവൻ പുലർത്തുന്ന സൂക്ഷിക്കുന്ന ദൈവമാണ്. He is the God who cares and sustains the child of God, who lives according to the counsels of God. യോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. In the book of Job we can see a verse like this. കാക്കക്കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നത് ആർ? Who is the one who gives the prey unto the crow, unto the babies of the crow? കാക്കക്കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നത് ആർ? Who is the one who gives the prey unto the babies of the crow when they cry unto him? സർവശക്തനായ ദൈവം തന്നെ അതിനാവശ്യമായിരിക്കുന്നത് എത്തിച്ചു കൊടുക്കുന്നതായി പഠിപ്പാൻ കഴിയുന്നുണ്ട്. We are able to understand it is indeed the Almighty God. യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ അപ്രകാരം എടുത്തു പറയുകയാണ്. Job chapter 38 verse 41. ദൈവത്തിന് സ്തോത്രം. Praise be to God. കാക്കക്കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീ എത്തിച്ചു കൊടുക്കുന്നത് ആർ? Who provideth when his young ones cry unto God when they want for lack of meat? 104-ാം സങ്കീർത്തനത്തിന്റെ 21-ാം വാക്യം പരിശോധിക്കുമ്പോൾ, when we to examine Psalm 104 verse 21, സങ്കീർത്തനക്കാരൻ മുഖാന്തരമായിട്ട് പ്രകാരം എടുത്തു പറഞ്ഞിരിക്കുന്നതായി കാണുന്നുണ്ട്. through the psalmist it is said like this. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഇന്ന് കാടുകളിൽ പാർക്കുന്നതായ സിംഹങ്ങൾ, the lions who are living in the jungles, എന്റേതായ വാക്കുകളിൽ പ്രകാരം പറഞ്ഞാൽ, in my words I say like this. രണ്ട് കൈകൾ മുന്നോട്ട് വെച്ചിട്ട് അവൻ നീണ്ടു നിവർന്ന ഒരു നിപ്പ് നിൽക്കും. രണ്ട് കൈകൾ മുൻപോട്ട് they will വെച്ചിട്ട് extend the forward to pause,
രണ്ട് കാലുകൾ പുറകോട്ടങ്ങ് വെച്ചിട്ട് and they will extend the two legs behind നീണ്ടു നിന്നിട്ട് മേലോട്ട് നോക്കി ഒരു ഒറ്റ അലർച്ചയാ. and they will look upward and they will give a big roar. യഹോവേ എനിക്കുള്ളത് എവിടെ? Oh God, where is my food? ഉടനെ നല്ല മാന മുയല് അതിനാവശ്യമുള്ളത് ദൈവം അതിനെത്തിച്ചു കൊടുക്കും. And the needful God will give the needful deer and the rabbit for it. 104 സങ്കീർത്തനത്തിന്റെ 21 വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ Psalm 104 verse 21. ബാലസിംഹങ്ങൾ ഇരയ്ക്കായിട്ട് അലറുന്നു. The young lions roar after they pray. ആരോടാ ചോദിക്കുന്നത്? And whom are they asking? എന്തിനാ ചോദിക്കുന്നത്? What are they asking for? സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ In the words of the psalmist, അവർ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു എന്നാണ്. that they seek their meat from God. അവർ ദൈവത്തോട് തങ്ങളുടെ ആഹാരം They're ചോദിക്കുന്നു. seeking their food from God. ദൈവത്തോട് ചോദിച്ചാൽ ദൈവം അതിനാവശ്യമുള്ളത് അതിന്റെ വായിൽ തന്നെ കൊണ്ട് എത്തിച്ചു കൊടുക്കും. When they ask of God, the God will give unto it what is needful into its mouth. ദൈവത്തിന് സ്തോത്രം. Praise be to God. 104 സങ്കീർത്തനത്തിന്റെ 26 മുതൽ വായിക്കുന്നതായ സന്ദർഭത്തിൽ If you were to examine from verse 26 in Psalms 104, വലിയ സമുദ്രമുണ്ട്, വലിയ സമുദ്രം. there is great seas, അതിനകത്താണെങ്കിൽ കപ്പലുകൾ ഓടുന്നു, and there are many ships, അതിനകത്ത് കളിപ്പാൻ വലിയ ലിവ്യാഥാനുണ്ട്, and there is a great Leviathan who plays in എന്റെ it. വാക്കുകളിൽ പറഞ്ഞ ചെറിയ ഊപ്പ മുതൽ വലിയ ലിവ്യാഥാൻ വരെ അതിനകത്ത് കിടന്ന് കളിക്കുകയാണ്. And there are small creatures, and there is a great Leviathan also who is playing in it. തക്ക സമയത്ത് ഇവയൊക്കെയും തീൻ കിട്ടേണ്ടതിന് അത് ദൈവത്തെ കാത്തിരിക്കുന്നെന്നാ പറയുന്നത്. And it is said that these all wait upon the Lord that they may give them meat in the due season. സർവശക്തനായ ദൈവം അതതിന്റെ സമയത്ത് അതിന് കൊടുക്കുന്നു, അത് പെറുക്കുന്നു. And the Lord and the Almighty God gives unto them what is needful in its due season, and they pick it up. 28 വാക്യത്തിൽ പറയുന്നു, തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് തൃപ്തി വരുന്നു. And in verse 28 it says, thou openest thine hand and they are filled with good. ദൈവത്തെ നോക്കി നിലവിളിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി തൃക്കരം തുറന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. There is a God who will open up his hand and fill them with goodness to all the good ones who cry unto the Lord. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many have believed? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you believe? എന്തും പ്രവർത്തിപ്പാൻ ആ ദൈവം ശക്തനാണ്. The Lord is mighty enough to perform എത്ര പേർക്ക് today. വിശ്വാസമുണ്ട്? How many of you believe? തന്നെ നോക്കി നിലവിളിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവം, The Lord who arises for the devout one who cry unto him. തന്നെ നോക്കി നിലവിളിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി തൃക്കൈ തുറന്ന് നന്മകൾ കൊടുക്കുന്ന ദൈവം, The Lord who opens up his hand and fills them with goodness unto the devout ones who cry unto തന്നെ നോക്കി him. നിലവിളിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി വൻ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന സർവ്വശക്തനായ ദൈവം, The Almighty God who does wonders for his devout ones who cry unto him. ഇന്നും നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. He is well enough to provide for you this day. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you believe? ആ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. Praise be to God. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇന്നും വലിയ പ്രവർത്തിക്കുന്ന ദൈവമാണ്. He is the one who does great things for his saints. തന്നെ സേവിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി, For the ones who serve him. തന്നെ ആരാധിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി, For the people who worship him. തന്റെ കൽപ്പനകൾ പ്രമാണിച്ച് തന്റെ ആലോചന പ്രകാരം മുൻപോട്ട് പോകുന്ന തന്റെ ജനത്തിനു വേണ്ടി, For the people of God who obey his statutes and walk in his counsels. വലിയവ പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവമായി നമ്മുടെ ദൈവം ഇന്നും നമുക്ക് മുൻപിൽ നിൽക്കുന്നു. We have an Almighty God who does great things for the people standing for us. പോറ്റി പുലർത്തുന്ന He ദൈവമാണ്. is the one who sustains you. അവൻ നിനക്ക് വേണ്ടി കരുതുന്ന He is the one ദൈവമാണ്. who cares for you. അവൻ നിന്നെ കാക്കുന്ന He is the ദൈവമാണ്. one who preserves you. ദൈവനാമത്തിന് മഹത്വം. Praise be to the name of God. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. Shall we come to Daniel chapter 3? ദാനിയേൽ പ്രവചന പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, When you come to Daniel chapter 3, ബാബിലോണിയ സമ്രാട്ടായിരുന്നതായ നെബൂഖദ്നേസർ രാജാവിന് ഒരു ഒരു ദർശനം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. it so happened that Nebuchadnezzar, the Babylon emperor, he had a divine vision. തന്റെ ജീവിതത്തിൽ കണ്ടതായ ആ സ്വപ്നം താൻ മറന്നു പോവുകയുണ്ടായി. And he forgot that vision that he had in his life. താൻ വളരെയധികം ഉറക്കമില്ലാത്തവനായി തീർന്നു. And he became sleepless. ചുരുക്കി ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. In short, let me say this. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഉടൻ തന്നെ മന്ത്രവാദികളെയും ശകുനവാദികളെയും ആഭിചാരകന്മാരെയും ഒക്കെ തന്റെ അടുക്കൽ വിളിച്ചിട്ട്, He calls unto them the governors, the sorcerers, the magicians. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ട്, I saw a dream like this. സ്വപ്നം മറന്നുപോയി. I forgot the dream. ആ സ്വപ്നവും അർത്ഥവും നിങ്ങൾ ബോധിപ്പിക്കണം. You have to examine the dream and tell it to me. അവര് രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു, And they said to the king like this. രാജാവേ, സ്വപ്നം അറിയിച്ചാലും ഞങ്ങൾ അതിന്റെ അർത്ഥം ബോധിപ്പിക്കാം. If you would tell us the dream, we can tell you the meaning thereof. സ്തോത്രം. Praise be to God. അതെ, സ്വപ്നം അറിയിച്ചാലും ഞങ്ങൾ അർത്ഥം ബോധിപ്പിക്കാം. If you tell us the dream, we will tell you the meaning. രാജാവ് പറഞ്ഞു,
The king കൽപ്പന said, വിട്ടു, കൽപ്പന അല്ലെങ്കിൽ രാജസന്നിധിയിൽ നിന്ന് അതേ ഉത്തരവ് കൽപ്പന പുറപ്പെടുവിക്കുകയുണ്ടായി. And there was a commandment which was proceeded forth from the നിങ്ങൾ throne. കൽപ്പന സ്വപ്നവും അർത്ഥവും അറിയിക്കണം. You have to tell the dream and the meaning thereof. അറിയിക്കാഞ്ഞാൽ നിങ്ങളെയൊക്കെയും കഷണം കഷണമായി ശകലിക്കുകയും നിങ്ങളുടെ വീടുകൾ കുപ്പക്കുന്നാക്കി തീർക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. If not, I will cut you into pieces and your houses will be made into dunghills. അവര് പറഞ്ഞു, ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്ക് ഈ കാര്യം പറയാൻ പറ്റത്തില്ല. There can no one who can tell this except God who does not dwell in flesh. ചുരുക്കി പറഞ്ഞാൽ രാജസന്നിധിയിൽ നിന്ന് കോപം ജ്വലിച്ചിട്ട് രാജകൽപ്പന പുറപ്പെടുവിക്കത്തക്കണം. ചിലരെ അവരെയൊക്കെ നശിപ്പിക്കത്തക്കവണ്ണമുള്ളതായ ക്രമീകരണങ്ങൾ അവിടെ മുൻപിൽ വന്നു ചേരുകയാണ്. And such arrangements were that the anger were kindled against them from the throne of the emperor. അക്കൂട്ടത്തിൽ ദാനിയേലിനെയും കൊല്ലുവാൻ വേണ്ടി അവർ ശ്രമിക്കുകയുണ്ടായി. And among them they also made an attempt to kill Daniel. ദാനിയേൽ തന്ത്രപരമായി അവരോട് മറുപടി പറഞ്ഞു. And Daniel discreetly said like this. രാജസന്നിധിയിൽ കൊണ്ടുവന്ന് നിർത്തി. രാജസന്നിധിയിൽ കൊണ്ടുപോയി ദാനിയേലിനെ നിർത്തി. And Daniel was made to stand before the presence of the king. ദാനിയേൽ ഇപ്രകാരം മറുപടി പറഞ്ഞു. And Daniel answered like this. സമയം തന്നാലും കാര്യങ്ങൾ വെളിപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. If you give me time, I will tell it to you. അതിനുശേഷമായിട്ട് ദാനിയേൽ തിരികെ വന്ന് സഹോദരങ്ങളോട് ഇപ്രകാരം പറയുകയാണ്. And after that Daniel comes back and says to his brethren. ശേഷം ജനത്തോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ കാര്യത്തെ കുറിച്ച് ദൈവത്തോട് അപേക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നിലവിളിക്കുവാൻ തുടങ്ങി. And they started to cry out and to pray before the Lord that they will not be punished with the remainder of the people. എന്നെ സന്തോഷിപ്പിച്ചതായ, എന്നെ ചിന്തിപ്പിച്ചതായ ഒരു വേദഭാഗമാണത്. It was a verse which made me to think and pleased me. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദാവീദ് തന്റെ സഹോദരങ്ങളോട് എന്താണ് പറയുന്നത്? What does David say unto his brethren? അതെ, ശേഷം മനുഷ്യരോടുകൂടെ നശിപ്പിക്കപ്പെടാതിരിക്കേണ്ടതിന് ദൈവത്തോട് അത് കരുണയ്ക്കായിട്ട് അപേക്ഷിക്കുവാൻ താൻ പറയണം. 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. And he says in chapter 2 verse 17. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. Daniel chapter 2 verse 17. പിന്നെ ദാനിയേൽ വീട്ടിൽ ചെന്നു താനും കൂട്ടുകാരും ബാബേലിലെ ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗ്ഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരനായ ഹനന്യാവോടും മീശായേലിനോടും അസര്യാവോടും കാര്യം അറിയിച്ചു. ശേഷം വിദ്വാൻമാരോടുകൂടെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് അപേക്ഷിപ്പാൻ അവർ തീരുമാനിച്ചു. They decided to desire the mercy of the Lord God of heaven concerning this secret that Daniel and his fellows should not perish with the rest of the wise men of Babylon. രാത്രി മുഴുവനും ദൈവത്തോട് അവർ നിലവിളിക്കുവാൻ തുടങ്ങി. And all through the night they prayed unto the Lord. അവസാനം സർവ്വശക്തനായ ദൈവം അവർക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. And the Almighty God revealed unto them everything. രാജസന്നിധിയിൽ കൊണ്ടുവന്ന് നിർത്തി. And they come to the royal presence. രാജാവിനോട് കാര്യങ്ങളൊക്കെ അറിയിക്കുകയുണ്ടായി. And they expounded everything to the king. ആ അറിയിച്ചതിന് പ്രകാരം താൻ വലിയൊരു ബിംബത്തെ നിർത്തുകയുണ്ടായി. And according to what he expounded, he raised before the big statue. 60 മുഴം ഉയരം 6 മുഴം വണ്ണമുള്ളതായ ഒരു സ്വർണ്ണ ബിംബം ദൂര മരുഭൂമിയിൽ നിർത്തി. And a big statue was erected 60 cubits high, 6 cubits wide. അതെ, തമ്പുരു, കിന്നരം തുടങ്ങിയതായ സകലവിധമാകുന്ന വാദ്യഘോഷങ്ങളുടെയും ശബ്ദം കേൾക്കുന്ന മാത്രയിൽ അതിനു മുൻപാകെ വീണ് നമസ്കരിക്കത്തക്കവണ്ണം ജനത്തെയെല്ലാം അതിനു മുമ്പിൽ കൂട്ടിവരുത്തി. And all people were gathered inside that, so at the sound of the cornet, flute, harp and the sound of music, that all should fall down and worship before the statue. വീണ് നമസ്കരിക്കാതിരുന്നാൽ അവനെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയുമെന്നൊരു തീർപ്പ് രാജാവ് കൽപ്പിച്ചതായി തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. The word of God clearly states that a commandment was proclaimed that all those who do not worship that statue will be put into the furnace of fire. ദൈവത്തിന് സ്തോത്രം. Praise be to God. തിരുവചനത്തോട് ചേർന്ന് നാം പരിശോധിക്കുന്നതായ സാഹചര്യത്തിൽ if you were to examine the word of God, അതെ, സകലവിധമാകുന്ന വാദ്യഘോഷങ്ങളും മുഴങ്ങിയപ്പോൾ, when all kinds of music was being played, സകല മനുഷ്യരും അതിനു മുൻപാകെ വീണ് നമസ്കരിക്കുവാനിടയാക്കി തീർന്നു. all people fell down before it and worshipped it. എന്നാൽ 3 യൗവനക്കാര് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ വീണ് നമസ്കരിക്കാതെ ധൈര്യത്തോടെ നിലനിന്നു. But 3 young men, Shadrach, Meshach and Abednego, did not fall before that and were boldly standing. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്. As far as the Jew is concerned, there is a speciality. സർവ്വശക്തനായ ദൈവത്തിന്റെ മുൻപാകെ അല്ലാതെ മറ്റൊരുത്തന്റെ മുൻപിൽ തലവണക്കുന്നതായ ഒരു പ്രകൃതി അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. As far as they are concerned, they have a habit that they will not bow their head before anyone or anything except the Lord God. വിവരിക്കുവാൻ സമയം പോരല്ലോ. There is no time to ഇങ്ങനെ expound. പറഞ്ഞ് ഞാൻ Let അവസാനിപ്പിക്കട്ടെ. me end by saying this. ഒട്ടും
താമസിച്ചില്ല, വാർത്ത രാജാവിന്റെ മുമ്പിൽ ചെന്ന് Without നിർത്തുകയുണ്ടായി. any delay, this news was reached unto രാജാവ് അവനെ Nebuchadnezzar. വിളിപ്പിച്ചു. And the king called them. 3-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നാം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ Verse 26 of chapter 3. ദൈവത്തിന് സ്തോത്രം. Praise be to അതിന് God. മുകളിൽ തന്നെ നാം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഇപ്രകാരം കാണുവാൻ ഇടയായി. Over here we can understand like this. അതെ, എരിയുന്ന താനോട് ഇപ്രകാരം ചോദിക്കുകയുണ്ടായി. And the king asked them. അതെ, വീണ് നമസ്കരിക്കണമെന്ന് അവരോട് രാജാവ് പറയുകയാണ്. And the king says, do you not know that you are supposed to fall down and worship? എന്നാൽ ഈ ബാലന്മാർ യവനക്കാർ എന്താണ് പറയുന്നത്? But the young ones say. ദൈവത്തിന് സ്തോത്രം. Praise be to God. 3-ാം അധ്യായത്തിന്റെ 17 തുടങ്ങിയതായ വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ, if you were to examine verse 17 and down, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിക്കും. If it be so, our God whom we serve is able to deliver us from the fiery burning furnace, he will deliver us out of thine hand, O king. എരിയുന്ന തീച്ചൂളയിലേക്ക് എറിയുന്നതായ അനുഭവത്തെ കുറിച്ച് അവർ പറയുമ്പോഴും അവർ ധൈര്യമായി പറയുകയാണ്, എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങൾ സേവിക്കുന്ന സർവശക്തനായ ദൈവം ഞങ്ങളെ വിടുവിക്കും. They are boldly saying that our God whom we serve is able to deliver us from the burning fiery furnace. ദൈവത്തിന് സ്തോത്രം. Praise be to God. അല്ലെങ്കിലും രാജാവ് പറഞ്ഞതായ രീതിയിൽ ഞങ്ങൾ മുൻപോട്ട് പോകുവാൻ തയ്യാറല്ല. And even if it is not so, we are not willing to go with what the king is saying. രാജാവിന്റെ കോപം ജ്വലിക്കുകയുണ്ടായി. And we can see that Nebuchadnezzar was full of fury. സാധാരണ ഉണ്ടായിരുന്നതിനേക്കാൾ 7 മടങ്ങ് ചൂട് തീച്ചൂളയുടെ ചൂടകം വർദ്ധിപ്പിക്കുകയും and the heat of the furnace was 7 times more than usual. ഒട്ടും മടിച്ചില്ല. ഇവരെ അവരുടെ ഔദ്യോഗിക വസ്ത്രത്തോടു കൂടെ ചേർത്ത് ബന്ധിച്ച് നേരെ തീച്ചൂളയിലേക്ക് കൊണ്ടുപോയി എറിഞ്ഞ്. And they were bound with their clothes themselves and they were cast into the fiery furnace. രാജാവ് ഇറങ്ങി നോക്കിയപ്പോൾ, കുറെ കഴിഞ്ഞ് രാജാവ് നോക്കിയപ്പോൾ അതിന് രാജാവ് അന്തം വിട്ടു പോവുകയാണ്. And the king, when he looked into the furnace, he was astonished. ആളുകളെല്ലാം കൂടെ ഓടി വിളിച്ചു കൂട്ടുകയാണ്. And he was calling all the people. ഇവിടെ 3 പേരെയല്ലേ നമ്മൾ തീച്ചൂളയിലേക്ക് ഇട്ടത്? Didn't we throw 3 people into the fire? ഇതാ 4 പേര് അതിന്റെ മധ്യ നടക്കുന്നത്. But I see 4 walking in the midst. Praise be to God. എന്താണ് നാലാമത്തവനെ സർവശക്തനായ ദൈവത്തിന് അതേ തുല്യമായ അവസ്ഥയിൽ കാണുകയാണ്. And he says the 4th one is like unto the Son of God. അതെ, 25-ാം വാക്യത്തിൽ താൻ പ്രകാരം പറയുകയാണ്. And he says in verse 25 like this. നാലാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. The form of the 4th is like the Son of God. നാലാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. The form of the 4th is like the Son of God. ഇവരെ എടുത്തുകൊണ്ടുപോയവരെ തീ ദഹിപ്പിച്ചു. Even though the fire burned the ones who carried them. ദൈവവൈതലേ, children of God, ഒരു കാര്യം ശ്രദ്ധിച്ചുകൊള്ളണം. you should be careful of one thing. സാധാരണക്കാർക്ക് വരുന്നതിനേക്കാൾ 7 മടങ്ങ് പരീക്ഷകൾ നിനക്ക് മുൻപിൽ അധികം ജീവിതത്തിൽ വന്നു ചേർന്നിരുന്നേക്കാം. You will have trials which are 7 times more than the usual, the common man. ചിലപ്പോൾ നിങ്ങൾ തന്നെ ചോദിച്ചിട്ടില്ലേ, sometimes you might have asked yourself, അടുത്ത വീട്ടിലെ മത്തായിച്ചൻ ഇത്രയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലല്ലോ, our neighbor Matthias does not have so many problems. ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലെ മറിയാമയ്ക്ക് ഇത്രയും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലല്ലോ, the Mariama of nearby, she does not have so much ഞാൻ problems. ദൈവത്തെ അറിയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എത്ര പരീക്ഷയും പരിശോധനയുമാണ്. And me who is having this knowledge of God, how many trials am I having? ദൈവത്തെ അറിയുന്ന ഒരു ദൈവ പൈതലിന്, the child of God who comes to the knowledge of God, സാധാരണക്കാരൻ ഉള്ളതിനേക്കാൾ 7 മടങ്ങ് ചൂട് പരീക്ഷ നിനക്ക് മുൻപിൽ കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. You should understand that you will have 7 times more fiery trials than the common people. പക്ഷേ ഒരു കാര്യം, but one thing, പ്രതികൂലത്തിന്റെ നടുവിൽ, പരീക്ഷയുടെ നടുവിൽ നിന്നെ വിടുവിപ്പാൻ ഇറങ്ങി വരുന്ന സർവശക്തനായ ഒരു ദൈവം നിനക്ക് മുൻപിലുണ്ട്. You have a God before you who comes in the midst of your trials, in the midst of your problems. ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ഒരാൾ പറഞ്ഞു കേൾക്കുവാൻ, ഒരു പുസ്തകത്തിലൂടെ വായിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. I was able to read of one experience like this. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ നടന്നുപോയത് പാതയൊക്കെയും സർവശക്തനായ ദൈവം ഒരു ദൂതൻ മുഖാന്തരമായി തനിക്ക് കാണിച്ചു കൊടുത്തു. The Almighty God was showing this man all the ways that he went through an angel. കല്ലുകളും മുള്ളുകളും നിറഞ്ഞതായ ഒരു പാത. It was a path filled with stones and thorns. ചതുപ്പ് നിലങ്ങൾ നിറഞ്ഞതായ ഒരു പാത. And it was a path filled with valleys. താൻ ഇങ്ങനെ ശ്രദ്ധിച്ചു, താൻ പോയതായ പാത ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ, and when he was examining the way that he came through, താൻ പോയതായ പാതയിലൊക്കെയും തന്റെ കാലുകൾ പതിഞ്ഞ് കിടക്കുന്നതായി കാണുവാൻ കഴിയും. and he was able to see the footprints of the path that he tread. താൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ കാൽച്ചുവടുകളോട് ചേർന്ന് മറ്റൊരു കാൽച്ചുവടും പതിഞ്ഞ് കിടക്കുന്നതായി കാണുന്നു. And he was able to see another set of footprints right next to his set of footprints. എന്നാൽ ചിലയിടങ്ങളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ,
ഒരാളുടെ കാലേ കാണുന്നുള്ളൂ, മറ്റാളുടെ കാല് കാണുന്നില്ല. But in certain areas of his life, he was able only to see one set of footprints. പ്രതികൂലങ്ങൾ നിറഞ്ഞതായ പാദഭാഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരാളുടെ കാൽച്ചുവട് പാത അല്ലെങ്കിൽ ആ അടി മാത്രം കാണുന്നു, മറ്റേ ആളിന്റെ കാണുന്നില്ല. It was during the troublesome times that he was able to see only one set of footprints and not two. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ദർശനം കണ്ടതായ ആളിന് കോപം വന്നിട്ട് ദൂതനോട് ചോദിച്ചു, മറ്റവൻ എവിടെ പോയി, ഇതുവരെ കൂടെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയത് ചോദിച്ചു. The man who was having the vision, he became furious on seeing this and he angrily asked the angel, where is the other man during this time? അപ്പോൾ ദൂതൻ പറഞ്ഞു കൊടുക്കുവാനിടയായി. And the angel expounded unto him. ഒന്ന്, നീ പോയതായ പാതയിലൊക്കെയും നിന്റെ കാൽപാദം പതിഞ്ഞു കിടക്കുകയാണ്. In one, what in the ways that you went through, your footprints are treaded. അടുത്തത്, നിന്നെ സൂക്ഷിക്കേണ്ടതിന് നിന്നോടുകൂടെ സർവ്വശക്തനായ ദൈവം ഉണ്ടായിരുന്നതായി മനസ്സിലാക്കുവാൻ കഴിയുന്നല്ലോ. You can also be able to see that in all these ways there is a God who is able to preserve you. His footprints are also there. പ്രതികൂലങ്ങൾ നിറഞ്ഞതായ പാതയിലൂടെ നീ കടന്നു പോകേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ, when you had to tread through troublesome times, നിന്നെ വിട്ടിട്ട് പോവുകയായിരുന്നില്ല, നീ സർവ്വശക്തനായ ദൈവത്തിന്റെ കരത്തിലായിരുന്നു. നിനക്ക് കേട് ഭവിക്കാതെ വണ്ണം ദൈവം തന്റെ കരങ്ങളിൽ വഹിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഒരാളുടെ പാദം മാത്രം കാണുവാൻ ഇടയായി തീർന്നതെന്ന് പറയുന്നു. And during this troublesome times you can see only one set of footprints because you were carried in the hands of the Almighty God, that He would preserve you and protect you. അവസാന കാലയളവിൽ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ ദൈവമൈത്രേ, people of God who have come to the end times, നിനക്ക് കേടുകൂടാതെ വണ്ണം നിന്നെ സൂക്ഷിപ്പാൻ നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു സർവ്വശക്തനായ ദൈവത്തെ തിരുവചനത്തിലൂടെ പരിശോധിക്കുമ്പോൾ കാണുവാനിടയായി തീരുന്നുണ്ട്. You are able to see and examine a God who is able to help you and carry you so that you might not be hurt during the troublesome times. മിസ്രയീമിലായിരുന്നതായ ദൈവത്തിന്റെ ജനം സർവ്വശക്തനായ ദൈവത്തെ നോക്കി നിലവിളിച്ചപ്പോൾ, when the people of God who were in Israel, when they cried out to him, അവരുടെ നിലവിളി കേട്ട് അവരുടെ കഷ്ടത കണ്ട് അവരെ വിടുവിപ്പാൻ മിസ്രയീമിലേക്ക് ഇറങ്ങി വന്ന സർവ്വശക്തനായ ദൈവം, the God who came down to Egypt after hearing their cries and after hearing their groanings and seeing their troubles, തീച്ചൂളയുടെ നടുവിലേക്ക് നീ എറിയപ്പെട്ടപ്പോൾ അതിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന ദോഷം തട്ടാതെ വണ്ണം ആ തീയാൽ ഒരു കേടും കൂടാതെ വണ്ണം അവനെ വിടുവിക്കേണ്ടതിന് ആ തീച്ചൂളയുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന സർവ്വശക്തനായ ദൈവം, the Almighty God who came into the midst of the fiery trials so that you might not be hurt by the flames and the fire. ഇന്നും ഇതിന്റെ കരത്തിൽ സൂക്ഷിപ്പാൻ ശക്തനായ നല്ല ദൈവമായി ഇന്നും നമുക്ക് മുൻപിൽ നിലനിൽക്കുന്നു. Even today he is before you as a good God so that you might not be hurt. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? How many of you believe ആ ദൈവം നിന്നെ സൂക്ഷിപ്പാൻ മതിയായ ദൈവമാണ്? that God is able to preserve and protect you. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് അരുളി ചെയ്ത ദൈവം, the Lord God who said, fear not, for I have redeemed thee. യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, as it is said in Isaiah 43 verse 2, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. when thou passest through the waters, I will be with thee. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. and through the rivers they shall not overflow thee. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. when thou walkest through the fire, they shall not burn. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല എന്ന് അരുളി ചെയ്ത ദൈവം, the God who said, neither shall the flame kindle upon thee. കരങ്ങളിൽ സൂക്ഷിച്ച് വിടുവിപ്പാൻ അവൻ ശക്തനായ ദൈവമാണ്. He is well able and strong enough to preserve you in his hands. കരങ്ങളിൽ സൂക്ഷിച്ച് അവൻ വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്. He is able to preserve you and protect you in his hands. എത്ര വലിയ പരീക്ഷകൾ വരട്ടെ, no matter how big trials എത്ര വലിയ പ്രതികൂലങ്ങൾ നിനക്ക് വിരോധമായി വരട്ടെ, no matter how adverse times may come, അവൻ നിന്നെ വിടുവിപ്പാൻ മതിയായ ദൈവം, he is able to preserve you. അവൻ നിന്നെ സഹായിപ്പാൻ മതിയായ ദൈവം, he is well able to help you. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പരിശോധിക്കുമ്പോൾ, when we have to examine the gospel according to John chapter 14 verse 18, സേവിക്കുന്ന ഒരു ദൈവ പൈതലിനെ, the one who serves God, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിനെ, a child of God who worships God, ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുന്ന ഒരു ദൈവ പൈതലിനെ, the word unto the child of God who obeys his commandments and go forward, അവൻ അനാഥനായി വിടുകയില്ല. I will not leave you comfortless. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. the Lord God says, I will not leave you comfortless. ഞാൻ അടുക്കൽ വരും. I will come to you. ഞാൻ നിന്നെ സഹായിക്കും. I will help you. ഞാൻ നിന്നെ വിടുവിക്കും. I will deliver you. ആ ദൈവം ഇന്നും നമുക്കായി ജീവിക്കുന്നു. that God is living for us today. ഒരു പുതിയ യെരൂശലേമും സിയോനുമാകുന്ന വിശുദ്ധ നഗരം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. and the Lord is preparing a holy city, New Jerusalem and Zion for us. നഗരത്തിന്റെ പണി തീരുവാൻ സമയമായി. and it is time for the യഹോവ സിയോനെ പണിയുകയും
അവിടെയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും When the ചെയ്യും. Lord, when the Lord shall build up Zion, he shall appear in his യഹോവ glory. യെരൂശലേമിനെ പണിതുകൊണ്ടിരിക്കുന്നു. And the Lord is building up New പുതിയ Jerusalem. യെരൂശലേമും സിയോനുമാകുന്ന We who are in Zion and വിശുദ്ധ Jerusalem. നഗരത്തിന്റെ പണി പൂർത്തീകരിപ്പാൻ സമയമായി. It is time for the holy city to be finished. ലോകത്തിന്റെ ഗതികൾ അതാണ് That വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നത്. is what the events of the world are telling us. ദൈവിക ന്യായവിധിയിൽ അകപ്പെട്ടിട്ട് And being in the judgment of the God, ലോകത്തോടുകൂടെ നശിച്ചു പോകാതിരിക്കത്തക്കവണ്ണം so that we will not be condemned and destroyed the ദൈവത്തോടുകൂടെ world. നടന്ന് And walking with God, ദൈവത്തെ പ്രസാദിപ്പിച്ച് pleasing God. ദൈവിക ആലോചന അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കാം. Let us desire to walk in the counsel of God and go പുതിയ forward. നിയമ സഭയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നതായ And it is prepared for the New പുതിയ Testament church, യെരൂശലേമും സിയോനുമാകുന്ന വിശുദ്ധ നഗരത്തിൽ ചേർത്തുകൊള്ളേണ്ടതിന് so that we will be gathered up into the new city, the നമ്മുടെ- holy city, New Jerusalem and Zion. നമ്മുടെ കർത്താവ് താൻ വെളിപ്പെടുന്ന സമയം ഏറ്റവും ആസന്നമായിരിക്കുന്നു. It's time for God to come up in his glory. പാപം കൂടാതെ തനിക്കായി കാത്തു നിൽക്കുന്ന ജനത്തെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വെളിപ്പെടുമ്പോൾ And when the God comes to gather the people who live without sin, തന്നോടുകൂടെ ചേർത്തുകൊള്ളപ്പെടുവാൻ പ്രാപ്തരായി തീരേണ്ടതിന് all the people that they may be found worthy to be ദൈവത്തെ gathered with them. പ്രസാദിപ്പിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. Let us please the Lord and go നമുക്ക് forward. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Let us close our eyes. ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് And in the place that you are, നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് and standing where you are, നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. let us close our eyes. നമ്മുടെ ജീവിതത്തിന്റെ ആഴത്തിലോട്ട് ഇറങ്ങാം. Let us go down in the depths of our ഏലിയാവ് life. എന്താണ് പറയുന്നത്? What does it say? ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം The God whom I serve. സകല ജനവും ദൈവത്തിന്റെ സാന്നിധ്യം വിട്ട് കടന്നു പോകുമ്പോൾ When the people of God leave the presence of ദൈവ God, സാന്നിധ്യത്തിൽ മറഞ്ഞിരുന്നുകൊണ്ട് ജീവിപ്പാൻ ഇഷ്ടപ്പെട്ടതായ തന്നെ പോലെ and the people of God who desire to hide themselves in the presence of God, like നമ്മുടെ that, വ്യക്തിപരമായ ജീവിതത്തിലും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് let us please the Lord in our personal lives, ദൈവത്തോടുകൂടെ നടന്ന് walking with അവരുടെ God, കൽപ്പനകളെ പ്രമാണിച്ച് obeying His statutes അവരുടെ and laws, ആലോചന അനുസരിച്ച് obeying His തന്റെ വരവിനെ counsels. ബന്ധപ്പെടുത്തി ഒരുങ്ങി കാത്തിരിക്കുവാൻ Let us- നമുക്ക് ആഗ്രഹിക്കാം. Let us hasten His coming and live this life. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് നമുക്ക് മുൻപിലുണ്ട്. And the Lord who satisfies the desiring അവൻ നിന്നെ heart, പോഷിപ്പിക്കുന്ന ദൈവമാണ്. and He is the one who അവൻ satisfies നിന്നെ you. കാത്തു സൂക്ഷിക്കുന്ന He is the one ദൈവമാണ്. who preserves and protects അവൻ you. അനാഥനായി വിടുന്ന He will ദൈവമല്ല. not leave you comfortless. അവൻ അനാഥനായി വിടുന്ന He ദൈവമല്ല. is not a God who lives you comfortless. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാവുന്ന He will be with you until the end. നിന്റെ കരത്തിന് പിടിച്ച് And He will hold on to your hand. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. He says, fear not, I am your ഭ്രമിച്ചു God. നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. Fear not, I am your God. നിന്റെ വലം കരത്തിന് പിടിച്ച് ഞാൻ നിന്നെ വഴി നടത്തും. I will lead you by holding on to the എന്റെ right വലം hand. കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് അരുളി ചെയ്തവൻ I will uphold you by the right hand of എന്റെ righteousness. കരത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഏൽപ്പിച്ചു Let me കൊടുത്തുകൊണ്ട് surrender unto the hands of ഒരു God. ദോഷവും തട്ടാതെ വണ്ണം സൂക്ഷിപ്പാൻ ശക്തനായ Unto the one who is able to preserve you. ദൈവത്തിന്റെ കരത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഏൽപ്പിച്ചു Let us കൊടുത്തുകൊണ്ട് surrender unto the hands of God. ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കാം. Let us desire to lead a holy life. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ശക്തീകരിക്കുന്ന ദൈവം, The Lord who strengthens the desiring heart. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന The ദൈവം, Lord who satisfies the അവരെ desiring heart. ശക്തീകരിക്കുന്ന The ദൈവം Lord who strengthens them. ഇതാ നമ്മുടെ മധ്യേ He is ഉലാവിക്കൊണ്ടിരിക്കുന്നു. moving in our midst. ദൈവ ശക്തി നിന്നിൽ വ്യാപരിക്കട്ടെ. Let the spirit strength of ദൈവ God. കൃപ നിന്നിൽ വ്യാപരിക്കട്ടെ. Let the power of God move. അവനെ നോക്കി നിലവിളിക്കുമ്പോൾ But if you cry out to Him, തൃക്കൈ തുറക്കുമ്പോൾ നന്മ കൊണ്ട് തൃപ്തി when പ്രാപിക്കുന്നു. He opens His hand, it's filled with അവന്റെ goodness. തൃക്കൈ തുറക്കുന്ന ദൈവമായി, When He opens His hand, തൃക്കൈ നീട്ടി താങ്ങുന്ന ദൈവമായി, when He opens His hand, തൃക്കൈ opposes you. നീട്ടി വഹിക്കുന്ന When He ദൈവമായി opposes and cares for you by His ഇതാ hand, നമ്മുടെ മധ്യ He ഉലാവിക്കൊണ്ടിരിക്കുന്നു. is moving in our ആ midst. ദൈവത്തെ നമുക്ക് നിലവിളിക്കാം. Let us cry out to ആ ദൈവത്തെ Him. നോക്കി നമുക്ക് നിലവിളിക്കാം. Let us cry out to സ്തോത്രത്തിന്റെ Him. സ്വരം ഉയരട്ടെ. Let us the hand of പ്രാർത്ഥനയുടെ kindness, സ്വരം ഉയരട്ടെ. cry of surrender. ദൈവ ശക്തി വ്യാപരിക്കട്ടെ. The power of God move. എല്ലാ അശുദ്ധാത്മാക്കളും നമ്മെ വിട്ടുപോകട്ടെ. All evil spirit depart. ദൈവത്തിന്റെ കരം നീട്ടുവാൻ ഇടയായി തീരട്ടെ. Let the hand of God be നിനക്ക് stretched വേണ്ടി out. ദൈവത്തിന്റെ കരം തുറക്കുവാൻ ഇടയായി Let തീരട്ടെ. the hand of God be open ആ for you. തീച്ചൂളയിൽ ഇറങ്ങി വന്ന ദൈവം, The God who came out ആ of the fiery furnace. തീച്ചൂളയിലേക്ക് ഇറങ്ങി വന്ന ദൈവം The Lord who came into the burning നിനക്ക് furnace. വേണ്ടി ഇറങ്ങി വന്ന് He പ്രവർത്തിപ്പാൻ, is going to come down and work നിന്നെ for you. സഹായിപ്പാൻ, To help നിന്നെ you. ബലപ്പെടുത്തുവാൻ Strengthen you. ഇതാ നിന്റെ സമീപം നിൽക്കുന്നു. He is standing right ദൈവ next to ശക്തി you. വ്യാപരിക്കട്ടെ. Power of God work. ദൈവ കൃപ വ്യാപരിക്കട്ടെ. Grace of God work. ലബാന റബഗഡബന റബഹ ദിബഹന റബകറബ യുവബന റബഗഡബന റബഗദരദനം. എന്നെ കൈവിടുകില്ല അവൻ, ഒരു നാളും ഉപേക്ഷിക്കില്ല. എന്നെ കൈവിടുകയില്ല അവൻ, ഒരു നാളും ഉപേക്ഷിക്കില്ല. ഇന്നി കാണുന്ന വാനഭൂമി മാറ്റപ്പെടും, എന്നിൽ തന്തയമാറുകില്ല. ഇന്നി കാണുന്ന എല്ലാവരും ചേർന്ന് പാടിക്കാട്ടെ, ചേർന്ന് പാടിക്കാട്ടെ. മാറ്റപ്പെടും, എന്നിൽ തന്തയമാറുകില്ല. എന്നെ കൈവിടുകില്ല അവൻ, ഒരു നാളും ഉപേക്ഷിക്കില്ല. ഹല്ലേലൂയ. എന്നെ കൈവിടുകില്ല അവൻ, ഒരു നാളും ഉപേക്ഷിക്കില്ല.
ഇന്നി കാണുന്ന വാനഭു മാറ്റപ്പെടും, എന്നിൽ തന്തയ മാറുകില്ല. 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 ഇന്നി കാണുന്ന വാനഭു മാറ്റപ്പെടും, എന്നിൽ തന്തയ മാറുകില്ല.